10 വർഷത്തിന് ശേഷം UDF തിരിച്ചു വരും. പിണറായി വിജയനും VS അച്യുതാനന്ദനും തമ്മിൽ നല്ല അടിയായിരുന്നു. LDF നേരെ ഓപ്പോസിറ്റ് പോയി കൈ മുറിച്ചു മാറ്റി. അവരെ കുറിച്ചാണ് എന്റെ ഡ്രീം. നടപ്പാണ്. കാത്തിരിപ്പാണ് ഗൈസ്. സർക്കാർ ബസ്സിൽ സൗജന്യമായി സഞ്ചരിക്കും. ഞാൻ ഇത്തവണത്തെ ഈ ഇലക്ഷൻ ഞാൻ എന്തോ അറിയാലും നുണയെന്ന് പറയും. ഞാൻ കരഞ്ഞു പോയി. Is this about power? പക്ഷെ സർ പോയി ദൈവ പറയുന്നേ അല്ല, പണി തരുന്ന ചോദ്യങ്ങളൊന്നും എനിക്കറിയാം. ഈ അധികാരത്തിന്റെ ഒരു പ്രശ്നം കൊണ്ട് ഞാനൊക്കെ വോട്ട് ചെയ്ത് ഭയങ്കര ലേറ്റ് ആയിട്ടാണ്. ഒരു പ്രൈവറ്റ് ആശുപത്രി പോയ ബില്ല് എത്ര? Oh my God, it's crazy. ഞങ്ങള് സംസാരിക്കുന്നത് പൊളിറ്റിക്സ് ആണ്. And finally VD Satish. നിസ്സാരക്കാരൻ നല്ല. Hi everyone, welcome back to my channel. Yes, ഇന്ന് വളരെ സ്പെഷ്യലായ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു സംഭവം ചെയ്യാൻ പോവാണ്. അതെന്താണെന്നല്ലേ, ലെറ്റ് മീ ടെൽ യു. ഓക്കെ, സോ ഇപ്പം ആക്ച്വലി എല്ലായിടത്തും നോക്കുകയാണെങ്കിൽ ഈ ഇലക്ഷന്റെ ചൂടിലിരിക്കുകയാണ് എല്ലാവരും അല്ലേ. ഏത് പാർട്ടി വരും? LDF വരുമോ? UDF വരുമോ? താമര വിരിയുമോ? എന്തോരം സെലിബ്രിറ്റീസ് ആണ് ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ളത്. എവിടെ നോക്കിയാലും ബേസിക്കലി ഇലക്ഷൻ ന്യൂസ് മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ ഇലക്ഷൻ സമയത്ത് ക്യാമ്പയിനിങ് സ്ട്രീറ്റ്സിലും റോഡിലും ആണെങ്കിൽ ഇപ്പോഴത്തെ ഇലക്ഷൻ ക്യാമ്പയിനിങ് നടക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. സോ ഐ ടെൽ യു വെരി ഓണസ്റ്റ്ലി, ഐ എം ഫീലിംഗ് വെരി ലെഫ്റ്റ് ഔട്ട്. ഇപ്പം എനിക്കൊരു ഫോമോ ആണ്. ഐ ഹാവ് ലൈക്ക് മേജർ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ബിക്കോസ് എല്ലാവരും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എനിക്ക് ബേസിക്കലി ഒരു ക്ലൂ ഇല്ല. സോ ഐ തോട്ട് എന്തുകൊണ്ട് ഞാനും എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അതൊരു നല്ല കാര്യമല്ല. ഐ മീൻ, ഇലക്ഷൻ എന്ന് പറയുന്നത് എല്ലാ 5 വർഷവും നമ്മുടെ നാട്ടിൽ നടക്കുന്നു. സോ ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഞാൻ ഇത്തവണത്തെ ഈ ഇലക്ഷൻ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അടുത്തറിയാൻ തീരുമാനിച്ചു. സോ അത് ഏറ്റവും അടുത്തറിയാവുന്നത് ഇലക്ഷൻ ക്യാമ്പയിനിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ കൂടെ പോയി അവരുടെ സംസാരിക്കുമ്പോഴാണല്ലോ. സോ ഞാനിങ്ങനെ വിചാരിച്ചപ്പം എറണാകുളമാണ് എൻ്റെ ഏരിയ, ഏറ്റവും അടുത്ത ആരായിരിക്കും ഉള്ളത് എന്നൊക്കെ ചോദിച്ചപ്പം ഐ ഗോട്ട് ദ പെർഫെക്റ്റ് പേഴ്സൺ. ആരാന്ന് നിങ്ങൾ തന്നെ ഗസ് ചെയ്തോളൂ. ഞാൻ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. നിൽക്കുന്നതല്ല, ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. ആൻഡ് ഇനി ഇറ്റ്സ് ടൈം ഫോർ us to go meet him. Are you ready? Okay, ക്ലൂ തരാം. നോർത്ത് പറവൂർ. You know who I'm talking about. Let's go. അദ്ദേഹം ആരെയും കബളിപ്പിച്ചിട്ടില്ല. കേരളത്തിന്റെ പ്രതീക്ഷ കൂടിയായ അഡ്വക്കേറ്റ് PD സതീശൻ എത്തിയിരിക്കുകയാണ്. ഇന്ദിരാ ഗ്യാരണ്ടി, അതിലാദ്യത്തെ ഗ്യാരണ്ടി UDF വന്നാൽ കേരളത്തിലെ സ്ത്രീകൾ സർക്കാരിന്റെ അതിഥികളായി സർക്കാർ ബസ്സിൽ സൗജന്യമായി സഞ്ചരിക്കും. ആ UDF-നെ വിജയിപ്പിക്കണം എന്നാണ് എന്റെ വിനയപൂർവമായ അഭ്യർത്ഥന. നിങ്ങൾ നൽകിയ ഈ സ്നേഹപരമായ സ്വീകരണത്തിൽ നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ നിർത്തുന്നു. ഞാൻ പറഞ്ഞ മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട സതീശൻ സാർ ആണ്. ഇനി സാറിനെ ഞാൻ ഇവിടെ നിന്ന് കട്ടുകൊണ്ട് പൊക്കോട്ടെ കുറച്ചു നേരം. കുഴപ്പമില്ലല്ലോ, തിരിച്ചു തരാം. സീറ്റ് ബെൽറ്റ് ഇടാം. അയ്യോ എന്റെ പൊന്ന് സാറേ, എങ്ങനെ നിങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് എനിക്ക് അറിയില്ല. ഞാൻ 10 മിനിറ്റ് പുറത്തിറക്കും, ഞാൻ പിന്നെ അരമണിക്കൂറകത്ത് കയറിയിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് സോ ഹാർഡ്. പക്ഷെ സത്യം പറഞ്ഞാൽ എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ നടക്കുന്ന സ്ഥലത്ത് വന്ന ഒരാളെ അവിടുത്തെ റാഞ്ചിക്കൊണ്ട് പോവാ. അപ്പൊ നമ്മൾ ആക്ച്വലി ലഞ്ച് ബ്രേക്കിന് സമയമായി. സാർ ഭക്ഷണം ഉണ്ടല്ലോ അല്ലേ? അപ്പൊ നമ്മൾ അങ്ങോട്ടാണോ പോകുന്നത്? ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്ക് പൊക്കോണ്ടിരിക്കുമ്പോ സംസാരിക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട് സാർ? ഇന്ന് രാവിലെ 6:30 ഇറങ്ങി. ഇന്നാണ് എന്റെ ഒരു ക്യാമ്പയിൻ ഇവിടെ തുടങ്ങിയത്. ഇന്നത്തെ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവം അല്ലേ? പിന്നെ സാധാരണ ഞാൻ കുറച്ചുകൂടി കൂടുതൽ സമയമെടുത്ത് ക്യാമ്പയിൻ ചെയ്യാറുണ്ട്. ഓക്കെ, ഈ പ്രാവശ്യം കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോകണമല്ലോ. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ദിവസം വളരെ കുറവാണ്. വളരെ കുറച്ച് ദിവസം മാത്രമേ ക്യാമ്പയിൻ ഉണ്ടാവുള്ളൂ. അത് ബിക്കോസ് കുറച്ച് ലേറ്റ് ആയിട്ട് എല്ലാം അനൗൺസ് ചെയ്തതും വന്നതും. അതാണ്, ഇപ്പൊ വളരെ കുറച്ച് ദിവസമുള്ളൂ. അടുത്ത ആഴ്ച ഹോളി വീക്കാണ്. അപ്പൊ പൊതുവെ കുറവാണ്, ഡേറ്റ്സ് കുറവാണ്. അപ്പൊ ഉള്ള ഡേറ്റിൽ വെച്ച് നമുക്ക് അതെല്ലാം ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു ഇലക്ഷൻ? എന്തോ ഒരു മാറ്റം ഉള്ള പോലെ സാറിന് തോന്നിയോ? തീർച്ചയായിട്ടും. എന്താണ് ആ മാറ്റം സാർ? മാറ്റം ഈ ഒരു 10 വർഷത്തിന് ശേഷം UDF തിരിച്ചു വരും. അതാണ് സാർ ഭയങ്കര ധൈര്യത്തോടെ ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഞാനിപ്പം സാറിനെ മീറ്റ് ചെയ്യാൻ വരികയാണെന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഞാനൊന്നും എല്ലാം കാണുമല്ലോ സാർ. സാർ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് ഈ കോൺഫിഡൻസിന്റെ ഫൗണ്ടേഷൻ എന്താണ്? നമ്മള് ഈ ഇപ്പോ ഞങ്ങള്
ഞാൻ ഈ ഒപ്പോസിഷൻ ലീഡറായിട്ട് ഇത് ടേക്ക് ഓവർ ചെയ്യണ സമയത്ത് 2 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് തോറ്റ് എല്ലാവരും ഡീമോറലൈസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ഞങ്ങളുടെ ടീം. അപ്പൊ എന്റെ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഇതിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പതുക്കെ അവരുടെ മുറയിലൊക്കെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു, ആ ധൈര്യമൊക്കെ കൊടുത്തിങ്ങനെ നിന്നു. പിന്നെ കുറച്ച് ബൈ ഇലക്ഷൻസ് നടന്നു. ആ ബൈ ഇലക്ഷൻസിലൊക്കെ നമ്മള് നന്നായിട്ട് വർക്ക് ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്തു. ഭയങ്കര വിജയം ഉണ്ടായി. തൃക്കാക്കരയില്, പുതുപ്പള്ളിയില്, പാലക്കാടൊക്കെ നല്ല ഇലക്ഷൻ വിജയം ഉണ്ടായി. ഇലക്ഷൻ നല്ല ഞങ്ങൾ നന്നായിട്ട് മാനേജ് ചെയ്തു ഗംഭീരമായിട്ട്. അപ്പൊ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ വന്ന് ക്യാമ്പ് ചെയ്തിട്ടും നമ്മൾ ജയിച്ചു. എല്ലാ സ്റ്റേറ്റിലും ഇന്ത്യയിലെ ഒപ്പോസിഷൻ ലൂസ് ചെയ്യുവാണ് ബൈ ഇലക്ഷൻ, നമ്മൾ വിൻ ചെയ്തു. അപ്പൊ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടി. പാർലമെന്റ് ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മെജോറിറ്റി കൂടി, കുറെ കൂടെ സീറ്റ് ജയിച്ചു. പിന്നെ ലോക്കൽ ബോഡി വന്നു. ലോക്കൽ ബോഡി വന്നു കഴിഞ്ഞപ്പോൾ 30 years ആയിട്ടാണ് ഈ ലോക്കൽ ബോഡി വന്നിരിക്കുന്നത്. അപ്പൊ അതിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് വിക്ടറി നമ്മൾ അച്ചീവ് ചെയ്തു. അപ്പൊ അതോടുകൂടി നമ്മളെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിന് നമ്മൾ പ്രിപ്പറേഷൻ വേണം, പ്ലാനിങ് വേണം, എല്ലാം ചെയ്യണം. ഇതൊരു ആർട്ടാണ് ഇലക്ഷൻ. അത് നന്നായിട്ട് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് ചെയ്യാം. പിന്നെ നമുക്കൊരു ടീം ബിൽഡ് ചെയ്യണം. ഇപ്പൊ ബിസിനസ്സിലാണെങ്കിലും ഇൻഡസ്ട്രിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത്. ഒരു ടീം ബിൽഡ് ചെയ്യണം. അപ്പൊ ദ സെലക്ഷൻ ഓഫ് ദ റൈറ്റ് പേഴ്സൺസ് അറൌണ്ട് യു ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ ബിസിനസ്സിലാണെങ്കിലും മോശമായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്ത് നമ്മൾ കൂട്ടി പോകും. അതുപോലെ തന്നെ നല്ല അപ്പൊ എനിക്ക് നല്ല ഫസ്റ്റ് റോ ഉണ്ട്, ടീം ഓഫ് ലീഡേഴ്സ് ഉണ്ട്, നല്ല സെക്കൻഡ് റോ ഉണ്ട്, നല്ല യങ്സ്റ്റേഴ്സ് ഉണ്ട്. അവരെല്ലാവരും കൂടി ഞങ്ങൾ ഒരു വലിയ ടീമായിട്ട് അപ്പൊ നല്ല ടീമായിട്ട് വർക്ക് ചെയ്ത്. അപ്പൊ ഇതിന് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സർ, ഇപ്പം ഒരു ഓപ്പോസിഷൻ ലീഡർ ആയിട്ട് യു ബിൻ ഡൂയിങ് യുവർ ജോബ്, ടീം ഉണ്ട്, അതൊക്കെ സാർ പറഞ്ഞു, കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു, ഓൾ ഓഫ് ദാറ്റ്. പക്ഷെ ഇതിൽ ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അത് ദാറ്റ് കംസ് അറ്റ് സാക്രിഫൈസ് ഓഫ് മെനി തിങ്സ്. കുറെ സ്ഥാനങ്ങൾ സാക്രിഫൈസ് ഉണ്ട്. അപ്പൊ സാറിന് എപ്പോഴെങ്കിലും അത് ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ, ഉണ്ടോ? ഞാന് സാധാരണ എല്ലാവരും പറയും എനിക്ക് കുടുംബം പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ആളാണ് ഞാൻ. പക്ഷെ കുടുംബം ശ്രദ്ധിക്കും. ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം ശ്രദ്ധിക്കാത്തവന് നാടെങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റണം, മനസ്സിലായേ? പിന്നെ അവരാഗ്രഹിക്കുന്നത് പോലെ അത്ര സമയം ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ആ വൈഫിനെ 2 മണിക്കൂർ കൂടുമ്പോഴൊക്കെ ഒന്ന് വിളിക്കും, എന്നൊക്കെ ചോദിക്കും. 1 മിനിറ്റൊക്കെ സംസാരിക്കുള്ളൂ. മോളോട് ഞാൻ എല്ലാ ദിവസവും രാത്രി സംസാരിക്കും. മോള് ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയില് PhD ആണ് ലിറ്ററേച്ചർ ഇംഗ്ലീഷ്. അപ്പൊ വീട്ടിലാണ്. ഇൻലോസ് ഉണ്ട്, അവരുടെ പേരൻസ് ഉണ്ട്, അവരുടെ കൂടെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെല്ലും, സംസാരിക്കും, നമ്മൾ ഒരുമിച്ചുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാം അന്വേഷിക്കും. മോളോട് ഞാൻ എല്ലാ ദിവസവും സംസാരിക്കും, മോളുടെ അന്നത്തെ വിശേഷങ്ങളെല്ലാം ചോദിക്കും. ചിലപ്പോൾ രാത്രി 1 മണിക്കായിരിക്കും വിളിക്കുന്നത്, എന്നാലും ഞാൻ വിളിക്കും. ചിലപ്പോൾ വീഡിയോ കോൾ ചെയ്യും, സംസാരിക്കും, അവളുടെ ഫ്രണ്ട്സായിട്ട് സംസാരിക്കും. നമുക്ക് സമയം കണ്ടെത്തണമെങ്കിൽ നമുക്ക് സമയം കണ്ടെത്താൻ നമ്മുടെ പ്രയോറിറ്റിയാണ്. എന്റെ കുടുംബം എന്റെ പ്രയോറിറ്റിയിൽ പെട്ട ആളാണ്. ഞാൻ പലരും പറയുന്നതായിട്ടുണ്ട് എനിക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് എനിക്ക് കുടുംബം നോക്കാൻ പറ്റാത്തവന് നാട് നോക്കാൻ പറ്റില്ല. ഞാൻ ആ കാര്യത്തിൽ വളരെ ഇതാണ്. വീട് നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും, അവർക്ക് നമ്മൾ മാത്രമല്ലല്ലോ. സത്യം. ഇനി എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ, ഇപ്പം സാർ ചെറുപ്പത്തിലെ ലീഡർഷിപ്പ് റോളിൽ വന്ന ഒരാളാണ്. ഇപ്പൊ സ്കൂളാണെങ്കിലും കോളേജ് ആണെങ്കിലും ആ സമയത്തൊക്കെ ഉണ്ട്, ഇപ്പോഴും അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം സ്വന്തമായിട്ട് ലീഡർ ആവണം എന്ന് തീരുമാനിച്ച അല്ലെങ്കിൽ നടന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇപ്പൊ സാർ തന്നെ വിലയിരുത്തുമ്പോൾ സാറിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റീസ് എന്താണ് ദാറ്റ് മേക്സ് യു എ ഗുഡ് ലീഡർ എന്ന് സാറിന് തോന്നിയിരിക്കുന്നത്? ഞാൻ ചെറുപ്പത്തിലെ തൊട്ട് തന്നെ ക്ലാസ് ലീഡർ ആയിരുന്നു, സ്കൂൾ ലീഡർ ആയിരുന്നു, കോളേജിൽ ആയിരുന്നു. അപ്പൊ ഞാൻ നന്നായിട്ട് ആദ്യം പത്രം വായിച്ചു തുടങ്ങി. പിന്നെ ഞാനൊരു നല്ല റീഡറായി. പുസ്തകങ്ങൾ നന്നായിട്ട് വായിക്കും. അപ്പൊ ആ പുസ്തകങ്ങളെല്ലാം നന്നായിട്ട് വായിക്കുമ്പോൾ നമുക്ക് കുറേ വിഷൻസ് കിട്ടും. നമുക്ക് കുറേ കാര്യങ്ങൾ, ഇപ്പൊ ഹിസ്റ്ററി വായിക്കും, എക്കണോമിക്സ് വായിക്കും. അപ്പൊ നമുക്കൊരു വിഷൻ കിട്ടും പല കാര്യത്തെക്കുറിച്ച്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരും. പിന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അക്രോസ് ദ വേൾഡ്. ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് രഞ്ജിത്ത് ജോർജ് തമ്പി എന്ന് പറയുന്നത് എന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്. ഞങ്ങൾ എറണാകുളത്താണ്. പുള്ളി ഒരു കൺസൾട്ടന്റ് ആണ്. ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. 42 years ആയിട്ട് ബന്ധമുണ്ട്. അത് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ മാത്രമല്ല ബന്ധമല്ല, ഞങ്ങൾക്കൊരു വലിയ സർക്കിൾ ഉണ്ട്. അതിൽ 100 പേര് വരെ വരും. പക്ഷെ ഏറ്റവും ക്ലോസ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 10 പേരുണ്ട്. അവരുടെ ഫാമിലി എല്ലാം ഞാനത് ചെയ്യും. പിന്നെ ഞങ്ങൾ യാത്ര പോവും. ഞാൻ ട്രെക്ക് ചെയ്യും. ട്രെക്ക് ചെയ്യും. അപ്പൊ ഞങ്ങളൊക്കെ ട്രെക്ക് ചെയ്യാൻ പോകും. ഞങ്ങൾ ഈ കമ്പനി എല്ലാവരും ട്രെക്ക് ചെയ്യും. ഞങ്ങൾ സൗത്ത് ഇന്ത്യ മുഴുവൻ ഞങ്ങൾ ട്രെക്ക് ചെയ്തിട്ടുണ്ട്.
പിന്നെ ട്രെക്കിംഗ്, യാത്ര, ഇതെല്ലാമായിരുന്നു. ഇപ്പൊ അധികം പറ്റണില്ല, ഇപ്പോഴത്തെ ഈ തിരക്കുകൊണ്ട് വായിക്കും. പക്ഷേ ഈ വായന എപ്പോഴും സാർ പറയുന്ന ഒരു കാര്യമാണ്. സാറിന്റെ ഒരു അടുത്തിട്ട് ഒരു ഫൗണ്ടേഷനെ ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്തൊരു സാധനമാണല്ലോ ഈ വായന. അപ്പൊ ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ, ആ പൊളിറ്റീഷ്യൻ, അങ്ങനെ ആവുന്നവർ വായിക്കേണ്ട വല്ല ബുക്സും ഉണ്ടോ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അവര് വായിക്കുക, അല്ലെങ്കിൽ സാറിന് ഇഷ്ടമുള്ള ബുക്ക് എല്ലാം വായിക്കുക എന്നുള്ളതാണ്. ഞാൻ ഫിക്ഷൻസ് വായിക്കും, പോയട്രി വായിക്കും, ഷോർട്ട് സ്റ്റോറീസ് വായിക്കും, ഞാൻ ഹിസ്റ്ററി വായിക്കും, ഫിനാൻസ് വായിക്കും. ഇപ്പൊ ഈ കുട്ടികളോട്ട് പിടിച്ചെടുക്കാൻ, ഒരു അടുത്ത ജനറേഷനായിട്ട് പിടിച്ചേക്കാൻ വലിയ പാടായതുകൊണ്ട് ഞാൻ ഈ സയൻസ് കംപ്ലീറ്റ്, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ് ഒക്കെ പഠിക്കില്ല. ഇവരുമായിട്ട് ഡയലോഗ് അടിക്കാൻ പറ്റില്ല, എനിക്ക് തന്നെ ബുദ്ധിമുട്ടാ സാർ. അവരുടെ വൊക്കാബുലറി വേറെയാണ്. അപ്പൊ ആ വൊക്കാബുലറി ആയിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഞാനപ്പോ അത് വായിക്കാം അവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോ അവർക്ക് പെട്ടെന്ന് നമ്മളുമായിട്ട് അങ്ങ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ വായിക്കും. കാരണം പുതിയ കാലം, ലോകം മാറുന്നത് നമ്മൾ അറിയണം. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ലീഡേഴ്സ് അറിയണം. നമ്മളില്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയി പോകും. നമ്മൾ ഒരു 50 കൊല്ലം മുമ്പായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അതാണ് വലുതെന്ന് പറയും. അതല്ല വലുത്. കാലം മാറുമ്പോൾ മാത്രമല്ല, ഇപ്പോഴത്തെ ഫാസ്റ്റ് ചേഞ്ചിങ് ആണ്. നമ്മുടെയൊക്കെ കാലത്ത് ഉണ്ടായിരുന്ന ചേഞ്ച് സ്ലോ ആയിരുന്നു. ചേഞ്ച് ഉണ്ടായിരുന്നു, പക്ഷെ സ്ലോ ആയിരുന്നു. ഇപ്പൊ ഫാസ്റ്റ് ആണ്, ഭയങ്കര ഫാസ്റ്റ് ആണ്. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം, ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അറിയണം. അതെ. സോ ഇപ്പം സാറിന്റെ ഒരു പേഴ്സണാലിറ്റിയിൽ സാറിനെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ? യുവർ ഫേവറേറ്റ് തിങ് അബൌട്ട്? ഞാൻ സത്യത്തില് നമ്മളിപ്പോ ഒരു കാര്യം പറയണമെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ നന്നായിട്ട് ഹോംവർക്ക് ചെയ്യും. നന്നായി ഹോംവർക്ക് ചെയ്ത് ആ സബ്ജക്റ്റ്. ഇപ്പൊ ഞാൻ ആം എ ലോയർ ബൈ പ്രൊഫഷൻ. പക്ഷെ ഒരു ലീഗൽ ഇഷ്യൂ വന്നാലും ഞാൻ ചിലപ്പോൾ ഹൈക്കോർട്ടിൽ ഒരു സീനിയർ ലോയറെ വിളിച്ച് ചോദിക്കും, അതിൽ എക്സ്പേർട്ടിനെ വിളിച്ച് ചോദിക്കും. അപ്പൊ അദ്ദേഹം പറയും അത് കറക്റ്റാന്ന് പറയും. അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് കൂടും. ചിലപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി ആഡ് ചെയ്യും, ചിലപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്യും. അപ്പൊ ഞാൻ എപ്പോഴും ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും വായിക്കുകയും ചെയ്ത് ഇട്ട് നമുക്ക് തറവായി കഴിയുമ്പോഴാണ് ഞാനൊരു കാര്യം പ്രസന്റ് ചെയ്യുന്നത്. അതിനുള്ള പ്രശ്നം ഇപ്പൊ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുമ്പോൾ നമ്മൾ ആ പറയുന്നതിന്റെ ടോണെല്ലാം മാറും. നമ്മൾ അറിയാൻ പാടില്ലാത്ത നമ്മളൊരു കാര്യം പറഞ്ഞാൽ ബ്ലാ ബ്ലാ ആയിരിക്കും പറയുന്നത്. നമുക്ക് തന്നെ കോൺഫിഡൻസ് ഉണ്ടാവില്ല, നമുക്ക് ധൈര്യം ഉണ്ടാവില്ല. അപ്പൊ അതാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. ഞാൻ അങ്ങനെ ട്രെയിൻ ചെയ്ത് അങ്ങനെ അപ്പൊ അത് നല്ല കാര്യം ഞാൻ ചോദിച്ചല്ലോ. സാറിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം? ഇഷ്ടപ്പെടാത്ത കാര്യം സാധാരണ എന്നെ കുറിച്ച് ചിലര് ഞാൻ ഭയങ്കര ദേഷ്യക്കാരനാണ്, ഞാൻ ഭയങ്കര ചൂടാവും, ഭയങ്കര കാർക്കശ്യമാണ് എന്നൊക്കെ പറയാറുണ്ട്. ആണ്, അതൊന്ന് ഞാൻ കുറച്ചു കൊണ്ടുവരണം. പക്ഷെ ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരാൾക്ക് ഒരു അസൈൻമെന്റ്, നമുക്കൊരാളൊരു അസൈൻമെന്റ്, ഞാൻ സാധാരണ അത് ഏറ്റെടുത്താൽ ആ അസൈൻമെന്റ് തന്ന ആള് വിചാരിച്ചതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തു കൊടുക്കും. അപ്പൊ ഞാൻ അത് എക്സ്പെക്ട് ചെയ്യും, ഞാൻ അസൈൻമെന്റ് കൊടുക്കുന്ന ആളുടെ അടുത്ത്. പക്ഷെ ചിലര് ഭയങ്കര ഉഴപ്പന്മാരാണ്, അവർ ചെയ്യില്ല, പണി ചെയ്യാതെ ശീലിച്ചു പോയി. അപ്പൊ ഞാൻ അവരെ വഴക്ക് പറയും, ഞാൻ ദേഷ്യപ്പെടും. അപ്പൊ ഇച്ചിരി അരകണ്ടായിട്ടൊക്കെ പെരുമാറുമെന്നാണ് അവര് പറയുന്നത്. ശരിയാണ്, അതിൻ്റെ അകത്ത് കുറെ സത്യമുണ്ട്. ഞാനിപ്പോ കുറച്ചുകൊണ്ട് വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ചൂടാവുന്ന അറിയാവുന്നതുകൊണ്ട് എല്ലാവരും നന്നായി. വെരി ഗുഡ്. അപ്പൊ ടീമിലെ എല്ലാവർക്കും അറിയാം, ഞാൻ നോക്കിയാൽ അറിയാം എന്താണ് സംഭവം. എന്നാലും ഞാൻ വിചാരിക്കുന്നു അതൊന്നുകൂടി കുറച്ചു കൊണ്ടുവരണം. ദേഷ്യം, മുൻകോപം, ഇനി അരഗൻസ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി കൊണ്ടുവന്ന് കുറച്ചുകൂടി സോഫ്റ്റായി പെരുമാറുകയും കുറച്ചുകൂടി നല്ല രീതിയിൽ ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ചിലരോട് ദേഷ്യപ്പെടാതെ അവർ അനുകൂല, സ്നേഹിച്ചാൽ മാത്രം കാര്യമില്ല. നന്നായി സ്നേഹിക്കുന്ന, പിന്നെ നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നന്നായി അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പൊ അവര് കുറെ കൂടെ ബെറ്റർ ആയിട്ട് പിറ്റത്തെ പ്രാവശ്യം ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇത് എനിക്ക് എന്നെ കുറിച്ചുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഇതുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം, ഒരാളാണ് മുൻകോപക്കാരൻ. നല്ല കാര്യം ചോദിക്കുമ്പോൾ ഇത് ചോദിച്ചില്ലെങ്കിൽ ശരിയല്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും ചോദിക്കും ഉണ്ടത്. അപ്പൊ എനിക്ക് തന്നെ പിന്നെ എപ്പോഴും നമ്മളെപ്പോഴും നവീകരിച്ചുകൊണ്ടിരിക്കണം, റീഫോം ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളാണ് കറക്റ്റ്, ഇതാണ് അവസാന വാക്കെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മളെപ്പോഴും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കണം. പണ്ട് ഞാൻ രാവിലെ 2 ഇരുമ്പോലൊക്കെ ആയിട്ടാണ് ഇറങ്ങിയിരുന്നത് വീട്ടിൽ നിന്ന്. കാരണം എൻ്റെ അഭിപ്രായം മാറൂല. ഇപ്പൊ ഞാൻ മാറി. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഞാനത് ചേഞ്ച് ചെയ്തു. എന്റെ സ്വഭാവത്തിലുണ്ടാക്കിയ ഒരു വ്യത്യാസമാണ്. ഞാൻ ഇന്ററാക്ട് ചെയ്യും ആളുകളായിട്ട്. 4-5 പേരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഇരുമ്പോലൊക്കെ ഒടിച്ചു കളയും, ഒരു കാര്യമില്ല. അപ്പൊ ഇല്ലെങ്കിൽ അതിന്റെ ഒരു സബ്ജക്റ്റിന്റെ മെറിറ്റും ഡീമെറിറ്റും ഒരു ടീമാണ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അകത്തൊരു നല്ല ഔട്ട്കം ഉണ്ടാവും. അത് പെർഫെക്റ്റ് ആയിരിക്കും.
ഐ തിങ്ക് കോൺഗ്രസിന്റെ ഒരു പോളിസിയും എല്ലാം അങ്ങനെ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഭവമാണ്. കൂടുതലും ടീം ബേസ്ഡ് ആണ്. ടീം ബേസ് ഒറ്റയ്ക്കൊന്നും ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് എന്നിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് പറഞ്ഞാലും നീക്കില്ല. ചിലപ്പോ യങ്സ്റ്റേഴ്സ് അതിനെ ഓപ്പോസ് ചെയ്യും. ഈ യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനത്തിന് ഞാൻ പറഞ്ഞോട്ടെ സാർ, ഇപ്പൊ ഞാൻ നേരത്തെ ഇൻട്രോ പറഞ്ഞൊരു കാര്യം, ഞാനൊക്കെ വോട്ട് ചെയ്ത് ഭയങ്കര ലേറ്റ് ആയിട്ടാണ്. ഞാനൊരു 30 വയസ്സൊക്കെ ആയപ്പോഴാണ് വോട്ട് ചെയ്യാൻ വന്നത്. ബിക്കോസ് അതുവരെ എനിക്ക് പുച്ഛമായിരുന്നു. എന്തുകൊണ്ട്? അപ്പൊ എനിക്ക് എന്ത് ചെയ്യാനാണ്, ഞാനൊരാളുടെ വോട്ട് കൊണ്ട് എന്ത് മാറ്റം വരാനായി നാട്ടില് എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, എനിക്കൊരു അഭിപ്രായം ഈ സമൂഹത്തിനെ കുറിച്ച് പറയാൻ ഞാൻ അർഹയാവണമെങ്കിൽ ഞാൻ അതിലൊരു പങ്കാളിയാവണം. അപ്പം ഇപ്പോ ഉള്ള ഒരു യുവതലമുറയെ വോട്ടിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവരാൻ എന്തായിരിക്കും? അതിനകത്തല്ല, അതൊരു വെരി റെലവന്റ് ക്വസ്റ്റ്യൻ. കാരണം എന്ന് വെച്ചാൽ the youngsters are distancing themselves from this political arena. അതിന് ഞങ്ങൾ ഉത്തരവാദികളാണ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉത്തരവാദികളാണ്. എന്തുകൊണ്ടാണ്? ഞങ്ങള് അവർക്ക് കൂടി താല്പര്യമുള്ള വിഷയങ്ങൾ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞങ്ങൾ സംസാരിക്കുന്നത് പൊളിറ്റിക്സ് ആണ്, ഔട്ട്ഡേറ്റഡ് ആണ് പല കാര്യങ്ങളും സംസാരിക്കുന്നത്. അപ്പൊ പുതിയ കാര്യങ്ങൾ സംസാരിക്കണം. അവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരണം. ബിക്കോസ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് 70% 30 വയസ്സിൽ താഴെയുള്ള ആൾക്കാരാ. തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങളൊക്കെ ഇപ്പൊ ഞാനിപ്പോ ഒരു വലിയ യാത്ര നടത്തി, ഇലക്ഷന് മുമ്പ് നടത്തിയ യാത്രയാണ്. സാധാരണ അതിൽ പൊളിറ്റിക്സ് മാത്രമേ സംസാരിക്കുള്ളൂ. ഞാൻ ഐ ചേഞ്ച് എ ലോട്ട്. കാരണം ഞാനൊരു ഫ്യൂച്ചർ കേരളയെ കുറിച്ച് സംസാരിക്കാൻ പോയി. അതിന് ഭയങ്കര റെസ്പോൺസ് ആണ് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ കണ്ടത്. ഐ ഹാവ് മെയ്ഡ് എ പോഡ്കാസ്റ്റ് വിത്ത് എ യങ് മാൻ, ഷാരിഖ് എന്ന് പറഞ്ഞത്. അതില് അത് ഭയങ്കര വൈറലായി. അത് ഭയങ്കര അത് ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ ഐ വാസ് വെരി കംഫർട്ടബിൾ വിത്ത് എന്റെ പകുതി വയസ്സുള്ള അവനുമായിട്ട് സംസാരിച്ചപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ ചോദിച്ചു. പൊളിറ്റിക്സ് അല്ല, ഗവേണൻസ്. അപ്പൊ എനിക്ക് എന്റെ ഐഡിയാസ് പറയാൻ പറ്റി. അപ്പൊ 2 മണിക്കൂർ ഉണ്ടായിരുന്നു ആ പോഡ്കാസ്റ്റ്. ഞാൻ വിചാരിച്ചു ആരും ചെറുപ്പക്കാർ കാണില്ല. എനിക്ക് അവരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ അവര് 30 സെക്കൻഡ്സിന്റെയും 60 സെക്കൻഡ്സിന്റെയും റീലേ കാണുള്ളൂ. അതല്ലായിരുന്നു. ഇത് ഒരുപാട് പേര് 2 hours കണ്ടു. അപ്പൊ അവർക്കൊരു അപ്പൊ എനിക്ക് മനസ്സിലായി അവർക്ക് കൂടിയുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം. ഞാൻ പറഞ്ഞുതരാം. കാരണം അവർക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബ്രെയിൻ ഡ്രെയിൻ ഈസ് ഹാപ്പനിങ്. പിള്ളേരെല്ലാം പുറത്തേക്ക് പോകും. അപ്പൊ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. കാരണം അവർക്ക് ഇവിടുത്തെ കോഴ്സുകൾ ഔട്ട്ഡേറ്റഡ് ആണ്. ഇവിടെ അവര് നല്ല കോഴ്സിന് പോയി ജോലി കിട്ടണം. അത് കഴിഞ്ഞ് അപ്പൊ നമ്മൾ സാലറി വേണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ അവര് പഠിക്കാൻ പോകുന്ന കോഴ്സുകൾ ഇപ്പൊ ഈ നേച്ചർ ഓഫ് ജോബ് ഹാവ് ബീൻ ചേഞ്ചിങ് വളരെ ഫാസ്റ്റ് ആയിട്ട്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു ഞങ്ങളൊരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ഉണ്ടാക്കുന്നു എക്സ്പേർട്സിനെ വെച്ചിട്ട്. എന്നിട്ട് അവരത് നോക്കി ആ ജോലിയുടെ സ്വഭാവം മാറുന്ന അനുസരിച്ച് ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് യൂണിവേഴ്സിറ്റികളിലെ കരിക്കുലം ചേഞ്ച് ചെയ്ത് പുതിയ കോഴ്സുകൾ, ന്യൂജൻ കോഴ്സുകൾ ഉണ്ടാവണം. അഡാപ്റ്റ് ചെയ്യണം. അത് എവറി ഇയർ വി ഹാവ് ടു ചേഞ്ച്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ കോഴ്സിലേക്ക് കുട്ടികൾ പഠിക്കും, കുട്ടികൾക്ക് ജോലി കിട്ടും. 2, ഒന്നുകിൽ ജോലി അല്ലെങ്കിൽ അവർക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഹെൽപ്പ്. യു മേ ബി എ മാനേജ്മെന്റ് എക്സ്പെർട്ട്, പക്ഷെ നിങ്ങൾക്ക് ടെക്നിക്കൽ സൈഡ് ഉണ്ടാവില്ല. അപ്പൊ നമ്മള് ടെക്നോ മെന്ററിനെ തരും. അതാണ് എന്റെ വാക്ക്. ചിലപ്പോ നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് വരുമായിരിക്കും, ടെക്നിക്കൽ സൈഡ് ഓക്കെയാണ്, പക്ഷെ യു ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് മാനേജ്മെന്റ് ഓർ ഫിനാൻസ്. വി വിൽ പ്രൊവൈഡ് എ മാനേജ്മെന്റ് മെന്റർ. അപ്പൊ മാനേജ്മെന്റ് മെന്റർ, ടെക്നോ മെന്റർ. ദ തേർഡ് ഈസ് ഒരു റിവോൾവിംഗ് ഫണ്ട്, ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അത് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പൊ നമുക്ക് ഐ ഹോപ്പ് ദാറ്റ് വി ക്യാൻ സ്റ്റാർട്ട് മോർ ദാൻ 10,000 വെഞ്ചേഴ്സ്. അപ്പൊ നമ്മൾ വി ഹാവ് ടു ഡു വൺ തിങ്. ഒരു 1000 പ്രോജക്ട്സ് നമ്മൾ ഷോക്കേസ് ചെയ്യണം. അത് നമ്മൾ ഐഡിയാസ് ഇൻവൈറ്റ് ചെയ്യണം. യങ്സ്റ്റേഴ്സിന്റെ അടുത്തൊന്നും എക്സ്പേർട്സിന്റെ അടുത്തൊന്നും. ഇപ്പൊ ലോകത്ത് പല സ്ഥലത്തും മലയാളികള് ഭയങ്കര ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര്. അവരൊക്കെ നല്ല ഐഡിയാസ് തരും. ആ ഐഡിയാസ് ഒക്കെ എല്ലാം കൂടി നമ്മൾ ഷോക്കേസ് ചെയ്ത് കുട്ടികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റണം. വന്നിട്ട് ഞങ്ങൾ തുടങ്ങാൻ അവർക്കെല്ലാം സപ്പോർട്ട് കൊടുക്കണം. പിന്നെ ഡാറ്റ ഡ്രിവൻ ഗവേണൻസ് വേണം. അത് ഒരു പിന്നിൽ നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ GST അപ്ലൈ ചെയ്ത് GST അപ്ലൈ ചെയ്താൽ ആ ആപ്ലിക്കേഷൻ ഡാറ്റ ഡ്രിവൻ ഗവേണൻസ് ഉണ്ടെങ്കിൽ അത് ലോക്കൽ ബോഡിയിലേക്ക് പോകും. പൊല്യൂഷൻ കൺട്രോൾ ഓട്ടോമേറ്റഡ് ആയിട്ട് പോകണം. ഇവരെ എല്ലായിടത്തും കയറി ഇറങ്ങി വരരുത്. ക്ലിയറൻസ് ഉണ്ടാകണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നല്ല ചേഞ്ച്, ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള നല്ല ചേഞ്ച് വരാം. അപ്പൊ അവർക്ക് ഇവിടെ നല്ല എഡ്യൂക്കേഷൻ, നല്ല ഇവിടുത്തെ നല്ല ആംബിയൻസ്, പിന്നെ ഇവിടെ നല്ല വെഞ്ചേഴ്സ് തുടങ്ങാനുള്ള ഒരു ആംബിയൻസ് ഉണ്ടാക്കിയെടുക്കുക.
അതെല്ലാം പ്രധാനമാണ്. അപ്പൊ നമ്മൾ ഞാൻ ആ കാര്യങ്ങളിലേക്കൊക്കെ നല്ലൊരു റിസർച്ച് ചെയ്തു. ഫോർ ദ ലാസ്റ്റ് 2 years we have been doing that type of research. അപ്പൊ അതിലൊരു ഔട്ട്കം ഉണ്ടായി. പിന്നെ ഞാൻ പറഞ്ഞു ഹെൽത്ത് സിറ്റുവേഷൻ വളരെ മോശമാണ്. ഇപ്പൊ നമ്മളൊരു നറേറ്റീവ് ഗവൺമെന്റിനെതിരായിട്ട് ഓപ്പോസിഷൻ അല്ലേ, ഹെൽത്ത് കേരള ഈസ് ഇൻ വെന്റിലേറ്റർ, അതങ്ങ് ഭയങ്കരമായിട്ട് സ്പ്രെഡായി. അപ്പൊ ഞാൻ ഒരു ദിവസം അങ്ങനെ പറയാൻ കാരണം ഈ ഒരുപാട് കംപ്ലൈന്റ്സ് വരില്ലേ, വയറ്റിൽ കത്തിക പോയി, മറ്റത് പോയി, കൈ മുറിച്ച് മാറ്റി, ഒരു വളരെ ഒരു കോൺഫിഡൻസ് പോയി. പിന്നെ സ്റ്റാഫ് ഇല്ല, നഴ്സിംഗിന്റെ പ്രശ്നം വന്നു, മരുന്നില്ല, എക്യുപ്മെന്റ്സ് ഇല്ല, അങ്ങനെ ഒരുപാട് നമ്മുടെ ഹെൽത്ത് എന്ന് വെച്ചാൽ വളരെ ഫ്രണ്ടിലായിരുന്നു. സത്യം. അപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കൊരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ടായി. ഞാനത് പറഞ്ഞാൽ മാത്രം പോരല്ലോ, പ്രവർത്തിക്കണം. നമുക്ക് അതിന്റെ ഓൾട്ടർനേറ്റീവ് ഉണ്ടാവും. എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പൊ ഞങ്ങള് ഐ അപ്പോയിന്റഡ് എ ഹെൽത്ത് കമ്മീഷൻ, നല്ല എക്സ്പേർട്സിനെ വെച്ചത്. വി കണ്ടക്ടഡ് എ ഹെൽത്ത് കോൺക്ലേവ്. അപ്പൊ ഒരു 300 ഡോക്ടർമാര് ഇന്ത്യക്കകത്തും പുറത്തുനിന്നുള്ളവര് അതിൽ പങ്കെടുത്തു. എന്നിട്ട് ഞങ്ങളൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഹെൽത്ത് ഡോക്യുമെന്റ് ഉണ്ടാക്കി കേരളത്തിന് വേണ്ടി, ഫ്യൂച്ചർ കേരള. അപ്പൊ അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. നമ്മളൊരു പുതിയ കാലം. കാരണം ഞാൻ പ്രൗഡ് ടു സേ ദാറ്റ് ഇന്ത്യയിൽ ഒരു ഒപ്പോസിഷനും ഒരു സ്റ്റേറ്റിലും ഇത്രയും പ്രിപ്പയർഡ് ആയിട്ട് ഒരു ഇലക്ഷൻ ഫേസ് ചെയ്തിട്ടില്ല. ഫോർ ദ ലാസ്റ്റ് 2 years നമ്മൾ ചെയ്യുന്നത് അതാണ്. ഒരു സിസ്റ്റമാറ്റിക് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ നമ്മൾ ഇത് ചെയ്തു. എഡ്യൂക്കേഷനും നമ്മൾ ഇതുപോലെ അക്കാഡമിഷ്യൻസിനെ വെച്ച് ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി, നല്ല ഐഡിയാസും എല്ലാം. ഒരു എഫേർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ഫുള്ളി എടുത്തിട്ടുണ്ട്. അതായിരിക്കും ഒരു മാറ്റം ഇനി വരും എന്നും പറയുന്നത്. പക്ഷെ അതേ സമയത്ത് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ദ റെപ്രസെന്റേഷൻ ഓഫ് വിമൻ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു 11% എന്തുവാണ് സർ? അത് എന്തുകൊണ്ടാണ് അത് മാറ്റം വരാത്തത്? അത് നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ, പ്രവർത്തിച്ചിട്ട് റിസൾട്ട് വരാത്തതാണോ? പ്രവർത്തിച്ചിട്ട് നമ്മുടെ ഭാഗത്തും കുഴപ്പമുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ നമ്മള് ന്യായീകരിക്കാൻ ശ്രമിക്കും. പിന്നെ എന്റെ ഭാഗത്ത് അടക്കമുള്ള തെറ്റുണ്ട് അതിന്റെ അകത്ത്. കുറെ കൂടി സ്ത്രീകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നെ പോലെയുള്ള ആളുകൾ ശ്രമിക്കണമായിരുന്നു. അത് പല പ്രശ്നങ്ങൾ കൊണ്ടും നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ല. പക്ഷെ അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. നമ്മള് ചെയ്തത് തെറ്റാണ്, നോ ഡൗട്ട്. ഇപ്പൊ ഇനി പ്രോബ്ലം ഇല്ല. അല്ല, ഇപ്പൊ വരാൻ പോകുന്നത് 50% റിസർവേഷൻ വരാൻ അല്ല 33.1/3. ഈ റിസർവേഷൻ ഇല്ലാതെ തന്നെ കേരള എന്ന് പറഞ്ഞ സമൂഹം ഇപ്പോഴുള്ള പ്രശ്നം അറിയാം. ലോക്കൽ ബോഡിയിലെ 50% റിസർവേഷൻ ഉണ്ട്. പക്ഷെ വി ആർ പ്രൊവൈഡിങ് 55-62. ഇപ്പൊ നിങ്ങൾ റിസർവേഷൻ ചോദിച്ചു തുടങ്ങി. അതെ, പക്ഷെ അത് നമുക്ക് പറയാൻ ഉണ്ട് സാർ, ബിക്കോസ് അത് നമ്മുടെ കോൺവെർസേഷനിൽ വരും. പക്ഷെ നമ്മൾ കാണുമ്പോഴേ നമ്പേഴ്സ് ഒക്കെ ഡേറ്റ ആയിട്ട് കാണുമ്പോൾ ഇറ്റ് ഡസന്റ് റിഫ്ലക്ട് ഇറ്റ്. അത് എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇത് വരാനുള്ള മടി? സ്ത്രീകൾ വന്നവരൊന്നും മോശക്കാരായിരുന്നില്ല. കാരണം ലോക്കൽ ബോഡിയിൽ അവർ നന്നായിട്ട് പെർഫോം ചെയ്തു. പലരും ആണുങ്ങളെക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്തു. നന്നായി ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഈ അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും വരുന്നവരുടെ എണ്ണം നമ്മൾ കൊടുക്കാനായിട്ടാണ്. ഈ മെയിൻ സ്ട്രീം പാർട്ടീസ് ഈ ആണുങ്ങളുടെ ഒരു മെയിൽ ഡോമിനേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ഞാനത് എനിക്കറിയാം അത് തെറ്റാണെന്ന്. പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് സിസ്റ്റമിക് എററാണ്. അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളെ പോലത്തെ ആളുകൾ അതിനു വേണ്ടി ആർഗ്യൂ ചെയ്യണം. അതെ. പിന്നെ അതേപോലെ ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാം. ഈ ഇലക്ഷൻ കുറച്ച് മാറ്റമുള്ള ഇലക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം പൊതുവെ ഇലക്ഷൻ ഒക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് റോട്ടിലും നിങ്ങൾ ഓരോരുടെ വീട്ടിൽ പോയതാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണല്ലോ ക്യാമ്പയിനിങ് കൂടുതൽ നടക്കുന്നത്. അതെന്താ സംഭവം? എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം മാറിയല്ലോ. ആദ്യം പ്രിന്റ് മീഡിയ മാത്രം ഉണ്ടായല്ലോ, പിന്നെ വിഷ്വൽ മീഡിയ വന്നു. അപ്പൊ വിഷ്വൽ മീഡിയയിൽ വലിയ ഡിബേറ്റുകൾ വന്നു. ഇപ്പൊ ഞങ്ങളൊക്കെ തുടക്കകാലത്ത് യങ്സ്റ്റേഴ്സ് ആയിരുന്ന സമയത്ത് ഭയങ്കര ഡിബേറ്റിൽ പോകുന്ന ആളുകൾ. അല്ല, ഇപ്പൊ അത് കുറഞ്ഞു ഉണ്ട്. എങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയാണ് ഏറ്റവും വലിയ മീഡിയ. സോഷ്യൽ മീഡിയയെ കുറിച്ച് എനിക്ക് 2 അഭിപ്രായം. ഒന്ന്, അവര് എത്ര കൊള്ളരുതാത്തവനെയും വൈറ്റ് വാഷ് ചെയ്തെടുക്കും. പിന്നെ ആരെ വേണമെങ്കിലും അവര് ചെളിവാരി എറിഞ്ഞ് നശിപ്പിക്കും. നല്ല മനുഷ്യരെ പോലും അവർ കൊല്ലും. പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ വിക്ടിംസ് സ്ത്രീകളാണ്. സ്ത്രീകൾക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ അപവാദം പറയുന്നത്, ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്, എന്തും പറയുന്നത് സ്ത്രീകൾക്കെതിരെ. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വിക്ടിം.
അതിലെന്തെങ്കിലും കൺട്രോൾ വരുത്താനുള്ള സംഭവം അതിൽ കൺട്രോൾ വരുത്തണം എന്താ അഭിപ്രായക്കാരനാണ് ഞാൻ. അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ വേണം. പക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യം വെച്ചാൽ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമല്ല. അതെ. അപ്പൊ സാറിനെ കുറിച്ച് സാർ കേട്ടിരിക്കുന്ന ഏറ്റവും മോശം കാര്യം എന്താ? എന്നെ കുറിച്ച് എല്ലാ ദിവസവും മോശം. അതായത് ഈ ഇപ്പോ അവരുടെ ക്യാമ്പില് ഞാനത് വലിയ രസകരമായിട്ട് പറയാം. കഴിഞ്ഞ 6 മാസമായിട്ട് ഞാനാണ് അവരുടെ ടാർഗറ്റ്. അപ്പൊ അവരിങ്ങനെ ഡെയിലി ഒരു 20 റീൽസ് എനിക്കെതിരായിട്ട് അതില് കാർഡ് ഇടും 20 എണ്ണം 10 എണ്ണം അവരങ്ങനെ തീരുമാനിച്ചു 10 എണ്ണം വീഡിയോ ആണ് ഇടും. അപ്പോ ഞാൻ നുണ പറയുന്നു. അപ്പൊ എന്റെ പ്ലസ് പോയിന്റ് അതാണ് അവിടെ ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കുണ്ടായിരുന്ന ഒരു ക്രെഡിബിലിറ്റി, എന്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഹോംവർക്ക് ചെയ്ത് പറയുന്ന ആളാണ്, പഠിച്ചിട്ട് വന്ന് പറയുന്ന ആളാണ്, പഠിക്കാതെ ഒന്നും പറയില്ല എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആയിരുന്നു. അപ്പൊ അത് അവർക്ക് ടാർണിഷ് ചെയ്യണം. അത് ടാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയണൊക്കെ നുണയെന്ന് പറയും. ഞാൻ എന്ത് പറയാലും നുണയെന്ന് പറയും. എന്ത് പറഞ്ഞാല് അത് ഒരു ക്യാമ്പയിനാണ്. അതായത് ഒരു 1000 പ്രാവശ്യം ഒരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമായി മാറും എന്നുള്ള ഇതാണ്. കുറച്ചുപേര് പോവും. അപ്പൊ അത് എല്ലാവരെ കുറിച്ചും ഉണ്ട്. ഭയങ്കരമായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ചെയ്യും. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ അവരോട് പറയുന്നത് നിങ്ങളിത് നിർത്തരുത്. കാരണം എന്റെ PR അതാണ്. കാരണം ചിലപ്പോൾ നമുക്കെതിരായി നടത്തുന്ന നെഗറ്റീവ് ക്യാമ്പയിൻ നമുക്ക് പോസിറ്റീവായിട്ട് മാറും. ഇപ്പൊ എല്ലാവരും ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് ഈ ആളെ മാത്രം സെലക്ട് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പൊ അയാൾക്ക് എന്തോ ഉണ്ടല്ലോ, അയാളെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടല്ലോ. നിങ്ങൾ എത്ര കോൺഗ്രസ് നേതാക്കന്മാരും എത്ര ഓപ്പോസിഷൻ ലീഡ് മാവിലി കല്ലറി, അത് കറക്റ്റ് മാവിലി കല്ലറിയുടെ കാര്യം കറക്റ്റ് ഓർത്ത ആ സെന്റൻസ്. അത് നിങ്ങൾ എന്തിനാ അയാളെ മാത്രമേ അറിയണത്, അയാളെ മാത്രമേ ഇത് ചെയ്യുന്നെന്നുള്ളൊരു ചോദ്യം, ഒരു കൗണ്ടർ ചോദ്യം വന്നു. അവരുടെ അതിൽ തന്നെ ഒരു കോൺട്രവേഴ്സി വന്നപ്പോ എന്നോട് ചോദിച്ചു അത് അവരെ പിരിച്ചുവിടാൻ പോയപ്പോ ഞാൻ പറയാം അവരെ പിരിച്ചുവിടരുത്, അവരാണ് ഇപ്പൊ എന്റെ ഈ അതേ സമയത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കേണ്ടത്, എന്താ പറയാ, എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ സമയം വരുമ്പോ ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നു അവിടുന്ന് ഇങ്ങോട്ട് പറയുന്നു കരിവാരി തേക്കുന്നു, അതില്ലാതെ ചെയ്യാം. ശരിക്കും ചെയ്യേണ്ടത് ഞാൻ പറയും ഇതൊക്കെ ഹെൽത്തി ഡിബേറ്റ്സ് ആണ്. ഡെമോക്രസി ഈസ് ഡിസ്കോഴ്സ്. നന്നായിട്ട് ഡിബേറ്റ് ചെയ്തിട്ട് അതിനൊരു ഔട്ട്കം ഉണ്ടാവണം. ഇപ്പൊ വേൾഡ് വാർസ് വരെ വേണമെങ്കിൽ ഒരു ടേബിളിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ചർച്ച ചെയ്ത് ഈ ഔട്ട്കം ഉണ്ടല്ലോ, ഈ ഔട്ട്കം ഉണ്ടാവുമല്ലോ ഒരു ഡിബേറ്റിൽ, ഒരു ഡിസ്കോഴ്സിൽ. ആ ഔട്ട്കം ഇറ്റ് ഷുഡ് ബി ബെനിഫിഷ്യൽ ടു ദ ഓർഡിനറി പീപ്പിൾ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തർക്കിക്കാം, നമുക്ക് അതിന്റെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ പറഞ്ഞ് നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ ഒരു ഡിബേറ്ററാണ്. ബേസിക്കലി ഐ ആം എ ഡിബേറ്റർ. ഞാൻ എപ്പോഴും വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ്. എല്ലാ കേരളത്തിലെ എല്ലാ ട്രോഫിയും വിൻ ചെയ്തിട്ടുള്ള ആളാണ്. ബേസിക്കലി ഐ ആം എ ഡിബേറ്റർ. എന്റെ ഇൻകാതായിരുന്നു. ഐ തിങ്ക് ആസ് എ പൊളിറ്റീഷ്യൻ സാറിനെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയതും സാറിന്റെ സ്പീച്ചസിലൂടെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ എപ്പോഴും ഡിബേറ്റ് ചെയ്തിട്ട് ഒരു റിസൾട്ട് ഉണ്ടാവണം. ആ റിസൾട്ട് നമ്മുടെ നാടിന് സഹായമാണ്. ഇപ്പൊ നമ്മുടെ നാടിന് ഏറ്റവും വലിയ സഹായം ആവശ്യമുള്ള മേഖല എന്താണ്? ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മുടെ ഫിസിക്കൽ നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വളരെ മോശമാണ്. അതിനെ മെച്ചപ്പെടുത്തണം. എക്സ്ചക്കർ കാലിയാണ്. ഞാൻ പറയുന്നത് എന്റെ നറേറ്റീവ് ഉണ്ട് പൂച്ച പെറ്റി കിടക്കാൻ. കാരണം ആരും വരാത്ത സ്ഥലത്തെ പൂച്ച പെറ്റി കിടക്കുള്ളൂ, ഒരു ആക്ടിവിറ്റി ഇല്ലാത്ത സ്ഥലത്തെ പൂച്ച പ്രസവിക്കുള്ളൂ. അപ്പൊ അത് ഭയങ്കര ക്ലിക്കായി. അപ്പൊ അതിൽ ചില കാര്യങ്ങൾ നമ്മൾ 1 മണിക്കൂർ പ്രസംഗിച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, ഒറ്റ സെന്റൻസ് കമ്മ്യൂണിക്കേറ്റ്. ഞാൻ പറഞ്ഞത് അത്രയും വലിയ പ്രോബ്ലം ആണ്. നമുക്ക് 6 lakhs crore ഡെറ്റ് ആണ് നമുക്ക് സ്റ്റേറ്റിനുള്ള അമൗണ്ട്. അപ്പൊ എനിക്കതിന് ഓൾട്ടർനേറ്റീവ് പ്ലാൻ ഉണ്ട്. ഓൾട്ടർനേറ്റീവ് എന്ന് വെച്ചാൽ നല്ല ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വേണം. പിന്നെ ഈ ട്രഷറിയുടെ ലീക്കേജ് ഉണ്ട്, അത് അടയ്ക്കണം. അത് അടയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ആവണം നമ്മൾ. പിന്നെ പോളിസി വൈസ് സ്ട്രിക്റ്റ് ആണ്. പിന്നെ നമുക്ക് ഈ ടാക്സസ് അഡ്മിനിസ്ട്രേഷൻ നമ്മൾ റീസ്ട്രക്ചർ ചെയ്യണം. ഇപ്പൊ GST ആണ്. കേരളം കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. കൺസ്യൂമർ പോയിന്റിലാണ് GST ടാക്സ്. അപ്പൊ കേരള വുഡ് ഹാവ് ബീൻ ദ നമ്പർ 1 ബെനിഫിഷ്യറി ഇൻ ഇന്ത്യ. ഇത് നന്നായി ചെയ്താൽ എന്റെ ഹോപ്പ് വിത്തിൻ 1 year ഒരു 30% കൂടുതൽ ടാക്സ് ഗ്രോത്ത് കേരളത്തിൽ ഉണ്ടാക്കാം. പിന്നെ നമ്മൾ ഇക്കോണമി എപ്പോഴും സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എക്കോണമി ആക്റ്റീവ് ആണ്. ഭയങ്കര ബിസിനസ്സും ഭയങ്കര ട്രേഡും ഇൻഡസ്ട്രിയും എല്ലാം നടന്ന് ഈ പൈസ എപ്പോഴും റോൾ ചെയ്തുകൊണ്ടിരിക്കും. മണി സർക്കുലേഷൻ എന്ന് പറയും. ആ മണി സർക്കുലേഷൻ ലൈവ് ആക്കണത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് സ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. പ്രൈവറ്റ് സെക്ടറിനെ എല്ലാത്തിനും ഇൻവെസ്റ്റ്മെന്റ് വന്ന് കൂടുതൽ ഇത് വന്ന് ആക്റ്റീവ് ആക്കണം. അതാണ് എന്റെ ഓഫീസ്. അപ്പൊ ഇനി ബാക്കി നമുക്ക് സാർ പുറത്ത് വേണമെങ്കിൽ വണ്ടി ഇങ്ങനെ പിന്നെ അവിടെ കയറ്റിയിടാം. എന്റെ വണ്ടി
എപ്പോഴും ഇങ്ങനെ ആൾക്കാരാണോ ചുറ്റും സർ? ആ എപ്പോഴും ഉണ്ടാവും. അവരൊക്കെ എൻ്റെ അടുത്ത് വരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്. സാറിനെ കൊണ്ട് ഞാൻ ഇവിടെ വീട്ടിൽ എത്തി സാറിന്റെ, പക്ഷെ പിന്നെ ആളെ കാണുന്നില്ല. ബിക്കോസ് അത്രയധികം ആൾക്കാരാണ് ഇവിടെ. ലുക്ക് അറ്റ് ദിസ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഈ ഇലക്ഷൻ കാൻഡിഡേറ്റ്സിന്റെ ജീവിതത്തിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുകയായിരുന്നത്. ദിസ് ഇസ് ബിൻ ക്രേസി. എൻ്റെ കൂടെ ലഞ്ച് കഴിക്കാനൊക്കെ പറഞ്ഞു, തിരിച്ചു വരുമായിരിക്കും. I don't know. But I think he's very busy inside. ഞങ്ങൾ കുറെ തപ്പി. സാർ എൻ്റെ കൂടെയാണ് വന്നത്, പക്ഷെ സാർ പോയി എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇതാണ് ഇവരുടെ ജീവിതം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ കുഴപ്പമില്ല, എൻ്റെ കൂടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാമെന്ന് സാറ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതും പറഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അപ്പം ഭക്ഷണം ഇല്ലാതെ ഞാൻ എന്തായാലും പോകില്ല. അപ്പം ഞാൻ സാറിനെ തപ്പിപ്പിടിച്ച് ഞാൻ ഭക്ഷണത്തിന് അവിടെ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ ബാക്കി വി വിൽ മീറ്റ് ഫോർ ലഞ്ച്. ലെറ്റ്സ് ഗോ. 4 സാറ് പോയല്ലോ. കാത്തിരിപ്പാണ് ഗൈസ്. ആരെയാണ് ഞാൻ കാത്തിരിക്കുന്നത്? സതീഷൻ സാറിനെ. I waited. I had one more time. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു? എന്റെ പൊന്ന് സാറേ, നോ അതർ ഓപ്ഷൻ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പൊ ഞാനും ഉണ്ട്. ഞാൻ പക്ഷെ ഇവിടെ സാറ് ലഞ്ചിന് വരുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു മുട്ട കഴിച്ചു. അത് കുഴപ്പമില്ല. അപ്പൊ ഞാൻ എനിക്ക് ചോദിക്കാനുള്ള കാര്യം ഞാൻ ആദ്യം ചോദിക്കാം. ഹെൽത്ത് എന്ന് പറയുന്നത് നാട്ടുകാരുടെ ആരോഗ്യം മാത്രമല്ലല്ലോ, സാറിന്റെ ആരോഗ്യമോ? ആരോഗ്യം പ്രശ്നമാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് വളരെ ഹെക്റ്റിക് ആയിരുന്നു. ഒന്ന് ലോക്കൽ ബോഡിയുടെ പ്രിപ്പറേഷൻ, പിന്നെ ലോക്കൽ ബോഡി ഇലക്ഷൻ. ഐ ഹാഡ് ടു ട്രാവൽ എ ലോട്ട് അക്രോസ് ദ സ്റ്റേറ്റ്. അപ്പൊ what do you do? എന്താ ചെയ്യാ? ഞാൻ കഴിക്കും, പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഇത് വന്നു, എന്റെ യാത്ര വന്നു. അപ്പൊ ഏറ്റവും പ്രശ്നം ഭക്ഷണമല്ല, പ്രശ്നം സ്ലീപ്പാണ്. ഉറക്കം നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. എത്ര മണിക്കൂർ ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഇപ്പൊ? അത് ചിലപ്പോ 2 മണിക്കൂർ, ചിലപ്പോ 3 മണിക്കൂർ, ചിലപ്പോ 4 മണിക്കൂർ, 5 മണിക്കൂർ കിട്ടിയാൽ ഹാപ്പിയാണ്. 5 hours. അപ്പൊ ഒരു ദിവസം എങ്ങനെയാ? ഈ കഴിഞ്ഞ ഒരു 6 മാസം ഭയങ്കര ബിസി ആയിരുന്നു. വാട്ട് ഇസ് എ ഡേ ഇൻ VDS ലൈഫ്? ഓരോ ദിവസം ഒരേപോലെ. ചിലപ്പോ നന്നായിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും, ചിലപ്പോ നമുക്ക് സമയത്ത് കഴിക്കാൻ പറ്റിയില്ല. ഇന്നിപ്പോ അറിയാലോ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ലഞ്ച് കഴിച്ചിട്ടില്ല. 3:30ക്കാണ് ലഞ്ച് കഴിക്കാൻ. അതൊക്കെ കഴിച്ചു. ഇടയ്ക്ക് ബ്ലാക്ക് ടീ ഒക്കെ കഴിച്ചു. പിന്നെ ഈ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് കരിക്കും വെള്ളം കഴിച്ചു. അതിലാണ് പിടിച്ചത്. അതൊരു ആന്റി ഫറ്റീഗ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നിന്നു. എന്നാലും ഞാൻ സാധാരണ ഓർഡറിലാകുന്ന ഒരാളാണ്. കാരണം ഭക്ഷണം പകുതി ഭക്ഷണം കഴിക്കുള്ളൂ. എനിക്ക് അത്രയും കൂടി കഴിക്കാൻ പറ്റുമ്പോൾ ഞാൻ നിർത്തും. അങ്ങനെ ഐ ബീൻ മെയിൻറ്റെയിനിങ് ദിസ് തിങ് ഫോർ ദ ലാസ്റ്റ് 20 years. നടക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ നടപ്പാണല്ലോ, സ്പെഷ്യൽ നടപ്പ് വേണ്ട. ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു 40 minutes നടക്കും. 3-4 കിലോമീറ്റർ നിൽക്കും, അത് നടക്കും. അത് കറക്റ്റാണ്. ഭക്ഷണം കണ്ടുകൊള്ളാൻ 25 വർഷമായിട്ട് ഒരേ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ. 25 years മാറ്റമില്ല. ഇപ്പൊ പക്ഷെ ഒരു 4 കിലോ കുറഞ്ഞു. ഇപ്പൊ ഉറക്കമില്ലായ്മയാണ് പ്രശ്നം. ഉറക്കം കറക്റ്റായിട്ട് കിട്ടുകയും നമ്മൾ സമയത്ത് ഭക്ഷണം കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ പകുതിയല്ല 75% ഇഷ്യൂസ് തീർന്നു. ഇഷ്ടം കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള എന്താ? കഴിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട്. ശരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം വെച്ചാൽ മാമ്പഴ പുളിശ്ശേരിയാണ് ഏറ്റവും ഇഷ്ടമുള്ള. പിന്നെ ഞാൻ ഫിഷ് കഴിക്കും. ഞാൻ മീറ്റ് വളരെ കുറച്ചേ കഴിക്കുള്ളൂ. ഞാൻ കഴിക്കും, എല്ലാം കഴിക്കും, പക്ഷെ കുറച്ചേ കഴിക്കുള്ളൂ. മീറ്റൊക്കെ വളരെ കുറച്ചേ കഴിക്കും. ഫിഷ് കഴിക്കും. ഞങ്ങൾക്ക് പറവൂരെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും നല്ല ഫിഷ് കിട്ടുന്ന സ്ഥലം. ആണ്. എന്നാലും ഇവിടുത്തെ ആളല്ല, ഇവിടെ ഏറ്റവും നല്ല ഇവിടെയാണല്ലോ ഇപ്പൊ. പെട്ടെന്ന് കൂടുതൽ സംസാരിക്കാൻ വേണ്ട. ഏർലി മോർണിംഗ് ഓർ ലേറ്റ് നൈറ്റ്? കൂടുതൽ ഏറ്റവും രാവിലെ എണീക്കുന്നതാണോ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നതാണോ ശീലം? അത് എനിക്കിത് രണ്ടും വേണ്ടി വരും. ലേറ്റ് നൈറ്റിൽ ഉറങ്ങുകയും ചെയ്യേണ്ടി വരും, ഏർലി മോർണിംഗിൽ എഴുന്നേക്കേണ്ടി വരും. ചായ കാപ്പി? ഞാൻ രണ്ടും കഴിക്കും. റീഡിംഗ് ഓർ ക്യാമ്പയിനിങ്? റീഡിംഗ് ഓർ ക്യാമ്പയിനിങ്, ഇലക്ഷൻ ക്യാമ്പയിനിങ് ചോയ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇഷ്ടമുള്ള റീഡിങ് വെറുതെ ഇരുന്ന് വായിച്ചോണ്ടിരിക്കല ഏറ്റവും ഇഷ്ടം. ക്യാമ്പയിനിങ് എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല, പക്ഷേ ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു ഡു ദാറ്റ്. You have no other option. Hot or cold? തണുപ്പ്? Hot. എന്താ ഒരു ചോയ്സ് ഇല്ലാതെ? Throat is very important. Okay. കാരണം ഞങ്ങളിങ്ങനെ ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാന സാധനം. എന്റെ പോയാൽ കഴിഞ്ഞ് അയ്യോ തീർന്നു. അപ്പൊ ത്രോട്ട് സ്വല്പം സെൻസിറ്റീവ് ആണ്. അപ്പൊ ഷുഡ് ബി വെരി കെയർഫുൾ. ബീച്ച് ഓർ മൗണ്ടൻ? ചൂട് ബീച്ചിൽ പോകാനാണോ മൗണ്ടനിൽ പോകാനാണോ? രണ്ടും ഇഷ്ടമാണ്, പക്ഷെ മൗണ്ടൻ ആണ് കൂടുതൽ. ട്രെക്കിംഗ് ആണ്.
കുറെ അധികം വായന ഉള്ള ഒരാളാണല്ലോ സർ. അപ്പൊ സാറിന് ഏറ്റവും ഞാൻ കേട്ടിരുന്നത് കുറെ ഹിസ്റ്ററി ബുക്സ് വായിച്ച് നമ്മളുടെ ഇപ്പം ജർമ്മൻ ഹോളോകോസ്റ്റും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, വേൾഡ് വാർ സംഭവങ്ങൾ, അങ്ങനെ ബുക്സ് വായിച്ചിട്ട് പിന്നെ ആ ഹിസ്റ്റോറിക് പ്ലേസസിൽ പോയപ്പോൾ ഏറ്റവും ഇംപ്രസ്ഡ് ആയ സ്ഥലം ഏതാ? ഏറ്റവും ഇംപ്രസ്ഡ് ആയിട്ടുള്ള സ്ഥലമല്ല, ഏറ്റവും ഷോക്ക്ഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അതായത് 15 ലക്ഷം പേര് ഗ്യാസ് ചേമ്പറിൽ കൊന്ന പോളണ്ടിലെ ആ സ്ഥലത്ത് പോയപ്പോൾ ഞാൻ കരഞ്ഞുപോയി. ഹിറ്റ് ചെയ്യുമല്ലേ? വല്ലാതെ ഹിറ്റ് ചെയ്യും, ഭയങ്കര വിഷമം. സാറിന് അപ്പൊ ഇന്ത്യയിലെ യാത്ര ചെയ്യാനാണോ ഇഷ്ടം, പുറത്ത് ഇന്റർനാഷണലി യാത്ര ചെയ്യാനാണോ സാറിന് വേണ്ടി സ്വന്തം ഒരു പീസ്? എനിക്ക് യൂറോപ്പിൽ പോകുന്നത്. എനിക്ക് യൂറോപ്പിൽ പോകാനാണ്. യൂറോപ്പിലെ എവിടെ ഏറ്റവും ഫേവറേറ്റ് കൺട്രി ഏതാ? യൂറോപ്പിലെ എനിക്ക് എല്ലാ സ്ഥലവും ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ഒരു പ്രത്യേക സ്ഥലമല്ല, എല്ലാത്തിനും ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചർ ഉണ്ട്. ചെറിയ ചെറിയ സ്ഥലമാണ്. ഇറ്റ് വേരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. അതായത് ഇറ്റലിയിൽ ഒന്ന്, സ്പെയിനിൽ സ്പാനിഷ് കൾച്ചർ ഒന്ന്, ജർമ്മൻ കൾച്ചർ ഒന്ന്, ഫ്രഞ്ചുകാരുടെ കൾച്ചർ വേറൊന്ന്, ബ്രിട്ടീഷുകാരുടെ വേറൊന്ന്. ഈസ്റ്റ് യൂറോപ്പിൽ പോകുമ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്ന് പ്രാഗാണ്. പ്രാഗ് എനിക്ക് വലിയ ഇഷ്ടമാണ്. ബുഡാപെസ്റ്റിൽ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഹിസ്റ്ററി ഒക്കെ അറിയാമല്ലോ. നമ്മൾ ഇത്രയും ഗ്ലോബലി ഒക്കെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ വാട്ട് മേക്സ് കേരള സ്പെഷ്യൽ? മലയാളികളെ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ ലോകത്ത് എല്ലായിടും നമ്മളുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ ഭയങ്കര ഒരു നാടിന്റെ ഒരാളാണ്. ഐ ലവ് കേരള. അതുപോലെ തന്നെ ആയിരിക്കും. വാട്ട് മേക്സ് കേരള സ്പെഷ്യൽ ഫോർ യു? എന്തൊരു ഗ്രീനറിയാണ്. ആ ഗ്രീനറി ഇവിടെ കാണും, ഒരിടത്തും കാണും. ഫ്ലൈറ്റ് ഇറങ്ങി വരുമ്പോ നമുക്ക് ഈ സ്പ്രിംഗ് സീസണിൽ പോലും യൂറോപ്പിൽ പോലും ഈ ഗ്രീനറി കാണില്ല. ഇപ്പൊ ഇവിടെ നല്ല ചൂടാണ്, എന്നിട്ട് എല്ലാം കരിഞ്ഞു നിൽക്കുക. എന്നിട്ട് പോലും ഈ ഗ്രീനറി അവിടുത്തെ സ്പ്രിംഗ് സീസണിലില്ല അല്ലേ? പിന്നെ വിന്റർ ഒക്കെ ആകുമ്പോഴേക്കും ഇതെല്ലാം കൊഴിഞ്ഞു പോകും. അവിടുത്തെ ഒരു വ്യത്യാസം ഇങ്ങനെ മറ്റേതിൽ വരുമ്പോ പിന്നെ ഇല കൊഴിഞ്ഞു പോകും. അങ്ങനെ 4 സീസണിലും വരും. നമുക്കതില്ല. അതുകൊണ്ടുള്ള വ്യത്യാസമാണ്. അത് കേരളമാണ്. പിന്നെ നമ്മുടെ മനോഹരമായ കടല്, പിന്നെ ബാക്ക് വാട്ടേഴ്സ്. ഞാൻ എന്തൊരു പൊട്ടൻഷ്യൽ നമ്മൾ കേരളക്കുണ്ട്. ടൂറിസം വെച്ച് നോക്കുകയാണെങ്കിൽ അക്രോസ് ദ വേൾഡ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ് നമ്മുടേത്. എന്നാലും നമ്മൾ അതിനെ മാക്സിമൈസ് ചെയ്തിട്ടില്ല. അതിന്റെ ഒരു പ്രശ്നം എവിടെയാണ് കിടക്കുന്നത്? ഞങ്ങളിപ്പോ ഒരു പ്രോഗ്രാം 2 പ്രോജക്റ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് 600 കിലോമീറ്റർ കടലുണ്ട്, 2 ഇന്റർനാഷണൽ സീ പോർട്ട് ഉണ്ട്, ഒരു കണ്ടെയ്നർ ടെർമിനലുണ്ട്, 17 മിനി പോർട്ട് ഉണ്ട്. ഞങ്ങളൊരു പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്തു മാരിടൈം എക്സ്പോർട്സിനും ഷിപ്പിംഗ് എക്സ്പോർട്സിനും കൊണ്ട്, ഒരു കോസ്റ്റൽ ഷിപ്പിംഗ്. അപ്പോൾ ഈ റോഡിൽ കൂടി പോകുന്ന ചരക്കുകൾ അതിൻ്റെ 70% കടലിൽ കൂടി പോകും വിത്ത് 1/4 എക്സ്പെൻസ്. അപ്പോൾ റോഡ് ഫ്രീ ആവും, അവിടെ ഇതാവും. സെക്കൻഡ് ക്രൂസ് ഷിപ്പിംഗ്. തേർഡ് ബാക്ക് വാട്ടർ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ടൂറിസം പ്രോജക്റ്റ്, മെഗാ പ്രോജക്റ്റാണ്, എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ്. സെക്കൻഡ് തിങ്, വി ഹാവ് 4 ഇന്റർനാഷണൽ എയർപോർട്ട്സ്. 2 ഇന്റർനാഷണൽ എയർപോർട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഗവൺമെന്റ്. വി ഹാവ് പ്രിപ്പയർഡ് 27 ഏവിയേഷൻ പ്രോജക്ട്സ്. ലോകത്തിൽ പൈലറ്റ്സ് ഇല്ല, നമ്മളെ പൈലറ്റ് ട്രെയിനിങ് കോളേജ് തുടങ്ങും. പിന്നെ ഏവിയേഷൻ ക്രൂ ഉണ്ട്, പിന്നെ ഇതൊക്കെ പൈപ്പ്ലൈനുള്ള പ്രോജക്ട്സ് ആണ് that you have kept ready. Project itself is ready. It's full set. ഇപ്പം നമ്മള് സാറിന്റെ ഈ കോൺസ്റ്റിറ്റ്യുവൻസിനെ കുറിച്ച് സംസാരിക്കണേ തന്നെ ഇപ്പം ഇവിടെ വീവിംഗ് കമ്മ്യൂണിറ്റി ആണെങ്കിലും ചന്ദമംഗലായാലും ചേക്കുട്ടി ആയാലും അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അതിനുവേണ്ടിയും സാർ കുറെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഇനി മുന്നോട്ട് പോകുമ്പോൾ അതിലെന്താണ് ഇനി നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? നമുക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഡൗൺ ആണ് ഗവൺമെന്റ് വന്നതിന് ശേഷം. മുസിരീസ് ഉണ്ട്, ഹെറിറ്റേജ് പ്രോജക്റ്റാണ്. അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടത്തി അതിൻ്റെ റിമൈൻസ് കണ്ടുപിടിച്ചു. അപ്പോൾ 2000 വർഷം മുമ്പ് 32 രാജ്യങ്ങളുമായിട്ട് നമുക്ക് ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളതെല്ലാം അത് ഷോക്കേസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ ആ ഹെറിറ്റേജ് കംപ്ലീറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മൾ പറഞ്ഞില്ല, വീവിങ്ങിൻ്റെ പറഞ്ഞില്ല, വീവിങ് എല്ലാം നമ്മൾ ഷോക്കേസ് ചെയ്യാൻ പോവാം. എല്ലാം വരുമ്പോൾ പല തലത്തിലുള്ള വലിയ പ്രോജക്റ്റാണ്. കുറച്ച് പക്ഷേ ഞാൻ നന്നായി അത് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇപ്പൊ കഴിഞ്ഞ 10 വർഷമായിട്ട് അത് സ്ലോ ആണ്. അത് വളരെ സ്ലോ ആയി. ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ശരിക്കും ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഈ സ്ഥലത്തുകൂടിയൊക്കെ. സാറ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആണ്, ചില പ്രസ്താവനയൊക്കെ നടത്തിയിരുന്നു. ഓരോ മീഡിയ ഹൗസും അവരുടേതായ രീതിയിൽ അത് however they are saying it. But if you are coming to power with ഒരു ഭൂരിപക്ഷമായിട്ട് വരുമ്പോ ഞങ്ങള് നാട്ടുകാർക്ക് അറിയേണ്ട ഒരു കാര്യം, ആരായിരിക്കും CM? സാറാണോ? അല്ല, അതെന്താ
അത് നല്ല ചോദ്യമാണ്, നല്ല പണി തരുന്ന ചോദ്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് നല്ലല്ലേ? അതിൻ്റെ അകത്തെ പ്രശ്നം കോൺഗ്രസ് പാർട്ടി എന്ന് വെച്ചാൽ ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പൊ കർണാടകത്തിൽ നമ്മൾ ജയിച്ചു, അവിടെ നേരത്തെ ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റിനെ ഡിക്ലെയർ ചെയ്തില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ട് എപ്പോഴും കോൺഗ്രസ് എപ്പോഴും അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് സിദ്ധരാമയ്യ ചീഫ് മിനിസ്റ്റർ. സെയിം തിങ് ഹാപ്പൻഡ് ഇൻ തെലങ്കാന. അതെ, പക്ഷെ വിസവി മറ്റേ പാർട്ടി LDF നേരെ ഓപ്പോസിറ്റ് അപ്രോച്ച് ആണ് അവരുടെ. അവർ ആദ്യം ഫ്രണ്ടിൽ ഒരാളെ നിർത്തിയിട്ടാണ്, ആദ്യമല്ല കുറെ നാളായിട്ട് ഒരു ലീഡർ എന്നൊരു ഫേസ് ഉണ്ട്. അപ്രോച്ചിന്റെ വ്യത്യാസമാണിത്. അവരങ്ങനെയൊന്നും ആയിരുന്നില്ല. 2006 പിണറായി വിജയനും VS അച്യുതാനന്ദനും തമ്മിൽ നല്ല അടിയായിരുന്നു. പിണറായി വിജയൻ VS അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാതിരിക്കാൻ നോക്കി. കോൺഗ്രസിൽ അതൊന്നും നടന്നിട്ടില്ല. എന്നിട്ട് പുള്ളി ഡൽഹി പോയി സീറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് അദ്ദേഹം CM ആയി. ഇദ്ദേഹത്തിന് CM ആവാൻ പറ്റിയില്ല. അത് അവര് തമ്മിലുള്ള ഫൈറ്റ് കുറെ നാൾ നീണ്ടു നിന്നു. ബേസിക്കലി പോളിറ്റിക്സ് എന്ന് പറയുമ്പോൾ there is a lot of ഇങ്ങനത്തെ സംഭവങ്ങൾ. അതിപ്പോ എല്ലായിടത്തും ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ സീരിയസ് ആയിട്ട്. പണ്ട് പാർട്ടികളിൽ മാത്രമായിരുന്നു. ഒരു അമ്പല കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയിലും അടിയുണ്ട്, ശരിയാണോ? ഒരു ഓഫീസിൽ 2 ചേരിയാണ്. ഒരു ഓഫീസ് 2 ചേരിയാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ ഫിലിം ഇൻഡസ്ട്രി എടുത്ത് നോക്കിയോ, എത്ര ഗ്യാങ്ങപ്പയില്ലേ. എന്നിട്ട് ചിലർ ഭയങ്കര ലോബി ചെയ്ത് ചിലർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി മേടിച്ചു കൊടുക്കും, ചാൻസ്. ചിലര് ഫിലിം ഫീൽഡ്, ചിലരെ തട്ടും. ഒരു TV ചാനലിൽ ചെന്നാലോ മലയാളിയുടെ സ്വഭാവമാണ്. അതാണ് ഞാൻ പറയണത്, മലയാളിയുടെ സ്വഭാവമാണ്. എവിടെ ചെന്നാലും നിന്നാകും പണി ഉറപ്പ്. അപ്പൊ പൊളിറ്റിക്കൽ പാർട്ടീസ് ആകുമ്പോൾ ഈ അധികാരത്തിന്റെ ഒരു പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് അത് നാച്ചുറലാണ്. പക്ഷെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഞങ്ങളെല്ലാം ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാം ഫോക്കസിലാണ്, പബ്ലിക് ഫോക്കസിലാണ്, മീഡിയ ഫോക്കസിലാണ്. ഇവിടെ ഉണ്ടാകുന്ന ചെറിയ കാര്യം പോലും ചിലപ്പോൾ എക്സാജറേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് അങ്ങ് വരും. ചിലപ്പോൾ നമുക്ക് തന്നെ ചിരി വരും, ഇത് നമ്മളെ പറ്റിയാണ് ഈ പറയുന്നത്. ഇതിൽ ഈ പവർ എന്ന് പറഞ്ഞ അധികാരം എന്ന് പറഞ്ഞ ഒരു ക്യാച്ച് ഫ്രേസ് ഉണ്ടല്ലോ ഇതില്, അതാണോ ഇതിന്റെ ഒരു സെൻട്രൽ ആയിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നടക്കാനുള്ള ഒരു കാരണം? ഉറപ്പായിട്ടും. what is your take on power? സർ, പവർ എന്ന് പറയുമ്പോൾ എന്താണ് VD സാറിന് തോന്നുന്നത്? ഇറ്റ്സ് വെരി ഡേഞ്ചറസ് അങ്ങനെയാണോ? നമ്മള് പവറിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് സാർ കാണുന്നത്? ഞാൻ പറഞ്ഞുതരാം. ഒരു മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ചിലർ കാണുന്നത് അതിൻ്റെ ഒരു പാരാഫർണലയാണ്. ബംഗ്ലാവ്, കാറ്, പൈലറ്റ്, എസ്കോർട്ട്. അതിൽ വീണു പോകും കുറേ ആളുകൾ. അതിൽ നമ്മൾ വീണുപോയാൽ നമ്മുടെ ഭാഗത്ത് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യണം. നമ്മൾ അതിനെ ബൈപ്പാസ് ചെയ്യണം. നമ്മുടെ മൈൻഡ് സെറ്റ് റെഡിയാണ്. അതിലൊന്നുമല്ല, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി, വെൻ എവർ വി ആർ ഗെറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി വി ആർ ടു ഡു സംതിങ് ഫോർ ദ പബ്ലിക്. നമ്മുടെ ഗവേണൻസ് ആണ് ഹിസ്റ്ററിയിൽ അടയാളപ്പെടുത്തേണ്ടത്. നമ്മളൊക്കെ മരിച്ചു പോയി കഴിയുമ്പോൾ നമ്മളൊരു പൊസിഷനിൽ ഇരുന്നാൽ അയാൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ചരിത്രത്തിൽ അവശേഷിക്കുന്നത്. മാത്രമല്ല പൊളിറ്റിക്സ് എല്ലാത്തിലും നമുക്ക് വേറെ പണിക്ക് പോയാൽ പറയാം. എന്തിനാണ് ഇതിൽ വരുന്നത്? ഇതിൽ വരുമ്പോൾ നമ്മൾ ഒരു പബ്ലിക് വർക്കറാണ്, പൊളിറ്റിക്കൽ വർക്കറാണ്. നമ്മുടെ പാർട്ടിയുടെ ഐഡിയോളജിയോട് നമുക്ക് താല്പര്യമുണ്ട്, നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ പൊളിറ്റീഷ്യൻ അങ്ങനെ ആയിരിക്കണം, കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വി ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ നമുക്ക് we have to take that opportunity for doing something. So use the power to do something. I do something. അപ്പം സാറിന്റെ ഈ ഒരു പൊസിഷനിൽ നിന്നും സാറിന്റെ ഒരു ഡ്രീം വിഷൻസ് എന്തൊക്കെയാണ് കേരളത്തിന് വേണ്ടി? ഒരു ഡ്രീം സിറ്റുവേഷനിൽ വരാനിരിക്കുന്ന ജനറേഷൻ, അവരെ കുറിച്ചാണ് എൻ്റെ ഡ്രീം. അവർക്ക് ഇവിടെ ഭയങ്കര കമ്മ്യൂണൽ ഹാർമണി ഉണ്ടാവണം, നന്നായി ഇവിടെ ജീവിക്കാൻ പറ്റണം, തോളിൽ കൈവച്ച് എല്ലാവരും ഇത് ചെയ്ത്. നമ്പർ 1 അത് ആ സെക്യുലർ ഒരു ഫാബ്രിക്, സോഷ്യൽ ഫാബ്രിക് ഉണ്ടാവണം. നമ്പർ 1. നമ്പർ 2 ഏറ്റവും വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടണം. ജനറൽ എഡ്യൂക്കേഷൻ ആസ് വെൽ ആസ് ദി ഹയർ എഡ്യൂക്കേഷൻ. ലോകത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള കോഴ്സസ് ഒക്കെ ഇവിടെ ഉണ്ടാവണം. കേരള ഷുഡ് ബി ആൻ എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷൻ ഫോർ അതേഴ്സ് ഓൾസോ. ഇന്ത്യയുടെ വിവിധ ഭാഗത്തു നിന്നും ലോകരാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ക്ലൈമറ്റും കൂടി കൂട്ടി വെച്ചിട്ട് ഒരു എഡ്യൂക്കേഷൻ്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആണ്, ഒരു ഹബ്ബാണ്. ഇതേ ഐഡിയ. അപ്പോൾ എന്നിട്ട് ആ കുട്ടികൾ പുറത്ത് വരുമ്പോൾ അവർക്ക് ജോലി കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് പുതിയ എന്തെങ്കിലും വെഞ്ചേഴ്സ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഗവൺമെൻറ് അവർക്ക് ഒരു സേഫായിട്ട് അവരവരുടെ പേരൻസിൻ്റെ കൂടെ നിൽക്കണം, ഫാമിലിയായിട്ട് നിൽക്കണം, ആ ഫാമിലി ഇതായിട്ട് പോകണം. അതേപോലെ തന്നെ എനിക്ക് ഹെൽത്തിൻ്റെ അകത്ത് ഉണ്ട്. ഹെൽത്ത് കേരള ഞാൻ പറഞ്ഞല്ലോ അതിനൊരു വേറെ ഇതിലേക്ക് കൊണ്ടുപോകണം. അതും നമുക്ക് വേൾഡ് ക്ലാസ് ഡെസ്റ്റിനേഷൻ ആക്കാൻ പറ്റും. ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വരും.
because we have some of the best ഫോർ doctors. എക്സാമ്പിൾ ഞാൻ നൈഫ് എന്ന് പറഞ്ഞ സൽമാൻ റുഷീദിന്റെ ബുക്ക് വായിച്ചു. അയാൾക്ക് 75 വയസ്സുള്ള സമയത്ത് ഒരു 26 വയസ്സുകാരൻ അയാളെ കുത്തി 16 കുത്ത്. നൈഫ് ഞാൻ കണ്ണുപോയി, കഴുത്ത് പോയി, ഇതൊക്കെ പോയി വീണ് മരിച്ചു പോയനെ. പക്ഷെ ഒരു ചോപ്പറിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്തി. ലൈഫ് രക്ഷപ്പെടുത്തി കഴിഞ്ഞിട്ട് അയാൾ പോയത് പിന്നെ ഒരു റീഹാബ് സെന്ററിലാണ്. ആ റീഹാബ് സെന്ററാണ് അയാളെ എഴുന്നേപ്പിച്ച് നടത്തിയത്. അപ്പം ഞാനിത് വായിച്ചപ്പോൾ ഓർത്തു, എന്തോരം പേര് തളർന്ന് കിടക്കുന്നു, എന്തോരം പേര് വിഷമിച്ച് കിടക്കുന്നു. നമുക്ക് ആയുർവേദമുണ്ട്, അലോപ്പതി ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. നമുക്കൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള റീഹാബ് സെൻറ്റേഴ്സ് കേരളത്തിൽ തുടങ്ങണം. ഈ കിടക്കുന്ന ആളുകൾ, എനിക്ക് ഈ തളർന്ന് കിടക്കുന്ന ആളുകളെ കാണുമ്പോൾ സങ്കടം വരും. അവർക്ക് നമ്മളോട് സംസാരിക്കണമെന്നുണ്ട്, ദേ ആർ നോട്ട് ഏബിൾ ടു സ്പീക്ക് ടു അസ്. അവരുടെ കണ്ണീന്നൊക്കെ വെള്ളം വരും. അപ്പോൾ അവരെ ഞാൻ ഓർത്ത് അവരെ എണീപ്പിച്ച് നടത്താൻ പറ്റും. ഒരുപാട് പേരെ ഒന്ന് ഡ്യൂ ടു സ്ട്രോക്ക് അല്ലെങ്കിൽ ആക്സിഡൻസ് ഒക്കെ ആയിട്ട് തളർന്ന് കിടക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് ഗൾഫിലൊക്കെ ഉണ്ട്. അവരെല്ലാം ഇങ്ങോട്ട് വരും. ഇവിടെ നല്ല ആംബിയൻസ് ഉള്ള ഒരു റീഹാബ് സെൻറ്റേഴ്സ് കുറേ തുടങ്ങണം. അത് ടൂറിസം, ഹെൽത്ത് ടൂറിസം കൂടിയാണ്. അങ്ങനെ കേരളം തന്നെ പല രീതിയിലും ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കിട്ടുന്ന, കാരണം ഇവിടെ നമുക്ക് അധികം ഫാക്ടറിയും പുകയും മറ്റൊന്നും പറ്റില്ല. കാരണം ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഈസ് വെരി ഹൈ. അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്രീമാണ്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം നമുക്ക് വിലക്കയറ്റം ഭയങ്കര, ആളുകളൊക്കെ വിഷമിക്കുക. നമ്മൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് മാർക്കറ്റിൽ ഇടപെട്ട് വില കുറച്ച് കൊടുക്കേണ്ടത്. അവർക്ക് പൈസ ഇല്ല. അപ്പം ഞാൻ ആലോചിച്ചു അവരെ എങ്ങനെ സെൽഫ് റിലയൻ്റ് ആക്കാൻ പറ്റും. അപ്പം ഞാൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റുകാരായിട്ട് സംസാരിച്ചു. അവരെന്താ ചെയ്യണത്, ഉദാഹരണത്തിന് ഗുണ്ടൂര് മുളക് ക്രോപ്പ് സീസണിൽ 25 രൂപയ്ക്ക്, അത് ഇവർ ലക്ഷക്കണക്കിന് ടൺ സ്റ്റോർ ചെയ്യുന്ന സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട്, അവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യും. ഓഫ് സീസണിലാകുമ്പോൾ 100 രൂപയാണ് മുളകിന്, 100 രൂപയ്ക്ക് വിൽക്കും. അപ്പോൾ ആകെ ലാഭം 75ആണ്, അതിലാകെ ചിലവ് ഈ സ്റ്റോറേജ് ഫെസിലിറ്റിയാണ്. നമുക്ക് എന്തുകൊണ്ട് നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റി ഈ കോർപ്പറേഷൻ ആരംഭിച്ചുകൂടാ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ കോപ്പറേറ്റീവ് സെക്ടർ? എന്നിട്ട് നമുക്ക് മുളക് 75 രൂപയ്ക്ക് വിൽക്കാം സബ്സിഡി റേറ്റിൽ. അപ്പൊ നമുക്ക് മാർക്കറ്റിൽ ഇന്റർവെൻഷനുമാണ്, ഗവൺമെന്റ് പൈസ കൊടുക്കേണ്ട, എല്ലാത്തിനും നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാവും. നമ്മളിങ്ങനെ ആലോചിക്കും, യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്, യു ഹാവ് ടു ഡിസ്കസ് വിത്ത്, യു ഹാവ് ടു ഇന്ററാക്ട് വിത്ത് ദ എക്സ്പേർട്സ്. I had a discussion with a supply chain management expert. It was a surprise to me. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ കുറെ കാര്യങ്ങൾ അങ്ങനത്തെ ഒരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഏരിയ തുറക്കും. എന്നിട്ട് നമ്മൾ അതിൽ നമ്മളെ മൈൻഡ് കൂടി അപ്ലൈ ചെയ്ത് നമ്മൾ ടീം ബിൽഡ് ചെയ്യണം. ടീം ബിൽഡ് ചെയ്തിട്ട് അതങ്ങനെ ഈ ടീം ബിൽഡ് ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങളുടെ ക്യാബിനറ്റിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് നോക്കുന്നത്? ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സിക്യൂഷന് വേണ്ടിയുള്ള ടീമിൽ സാർ എന്തൊക്കെയാണ് നോക്കുന്നത്? ഇപ്പൊ യുവർ ഓപ്പോസിഷൻ പാർട്ടി ലീഡർ, അപ്പൊ ആ ഒരു പൊസിഷൻ, ബിക്കോസ് ഞങ്ങള് നാട്ടിലുള്ള ആൾക്കാർക്ക് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പ്രൈവറ്റ് കമ്പനി ഒരു മാനേജരോട് 6 മാസത്തിനകം ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറയാം, 6 months പീരീഡ്. അയാളത് ചെയ്യുന്നില്ല, എന്ത് ചെയ്യും? വിൽ ബി ഫയർഡ്, ആളെ പുറത്താക്കും. ഇപ്പൊ നമ്മളൊരു തഹസിൽദാരോട് 6 മാസം കൊണ്ട് ഒരു ആശുപത്രി പണിയാൻ 2 ഏക്കർ സ്ഥലം എടുത്തു എന്ന് പറഞ്ഞു. 6 കൊല്ലം കഴിഞ്ഞാൽ എടുത്തു തരില്ല. എന്തെങ്കിലും സംഭവിക്കുമോ? എല്ലാവരും അങ്ങനെ ചെയ്യുമെന്നല്ല, ചെയ്യുന്ന ആളുകളുണ്ട്, ചെയ്യാത്ത ആളുകളും. പക്ഷെ ഞാൻ പറയുന്നത് 181ാമത്തെ ദിവസം അയാളുടേതല്ലാത്ത റീസൺസ് കൊണ്ടാണ് അയാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ. അയാളത് ചെയ്യിട്ടാണെങ്കിൽ 180ാമത്തെ ദിവസം ഹീ ഷുഡ് ബി അക്കൗണ്ടബിൾ ആക്കണം. അപ്പൊ അക്കൗണ്ടബിലിറ്റി ലീഗലൈസ് ചെയ്യണം. സംബഡി ഷുഡ് ബി റെസ്പോൺസിബിൾ ബിക്കോസ് അവർ എക്സ്ചെക്കർ ഈസ് ഗവൺമെന്റ് ചെയ്യണം. ഒരുപാട് പേരെയൊന്നും ചെയ്യണം, 5 പേരെ ചെയ്ത് എല്ലാവരും മര്യാദയാവും. ഇത് വന്നാൽ 6 മാസം കൊണ്ട് ചെയ്യണ കാര്യം 3 മാസം കൊണ്ട് ചെയ്തു തരും. ഇത് നമ്മളുടെ ഈ മറ്റു നാട്ടിലൊക്കെ സിംഗപ്പൂരിലൊക്കെ പോകുമ്പോൾ നമ്മൾ ലിറ്റർ ചെയ്യരുത് എന്ന് പറഞ്ഞ് നല്ലൊരു ഫൈൻ കൊടുക്കുമ്പോൾ അതൊക്കെ നിർത്തും. അതുപോലെ തന്നെ നമ്മൾ ഇത് 500 പേരെ പിടിക്കണ്ട, 5 പേരെ പിടിച്ചാൽ മതി. 5 പേർക്കെതിരെ ഇത് ചെയ്താൽ പിന്നെ എല്ലാവരും 6 മാസം കൊണ്ട് ചെയ്യണ കാര്യം 3 മാസം കൊണ്ട് ചെയ്യും. അപ്പോൾ ബ്യൂറോക്രസി, നമ്മുടെ ഇംപ്ലിമെന്റേഷൻ, പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ ട്രഷറിയുടെ ലീക്കേജ് അടക്കണമെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ 50 കോടിക്ക് ഒരു പരിപാടി തുടങ്ങി 1 കൊല്ലം കൊണ്ട് തീർക്കണ്ട, 10 കൊല്ലം കൊണ്ട് തീരൂല, 500 കോടിയാവും. ആരുടെ പൈസ പോണ? അത് 1 കൊല്ലം കൊണ്ട് തീർന്നാല അതുപോലത്തെ 10 പരിപാടി വേറെ തുടങ്ങാം. ഇതൊന്നും എല്ലാം ഒരു ട്രാക്കിൽ വെക്കുന്നതാണ്. ഇപ്പൊ സാർ ഇപ്പം പ്രചരണത്തിന് വേണ്ടി നടന്നല്ലോ, ഏറ്റവും കൂടുതൽ നാട്ടുകാരുടെ പ്രശ്നം എന്താ സാർ? അവർ പ്രശ്നം പറയുമോ അതോ എങ്ങനെയാണ് ഈ സംഭവം? എന്താണ് സാറിന് പ്രശ്നം? ഒന്ന് ചെറിയ പ്രശ്നങ്ങളാ. അവർക്ക് വിലക്കയറ്റം ഒന്ന്, പിന്നെ മരുന്ന് ചികിത്സാ ചെലവ്. കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്, 70%. അപ്പൊ നിങ്ങൾ
ഒരു പ്രൈവറ്റ് ആശുപത്രി പോയ ബില്ല് എത്രയും Oh my God, it's crazy. എങ്ങനെ അഫോർഡ് ചെയ്യും? ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എങ്ങനെ അഫോർഡ് ചെയ്യും? Very tough. ഞാൻ ഈ കൊച്ചി സിറ്റിയിലെ ആശുപത്രികൾക്ക് പലർക്കും ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാറുണ്ട്. എന്താ പറയുക, ചിലർ മരിച്ചു പോകും ചില പേഷ്യൻസ്. ഇപ്പോൾ ബോഡി കൊണ്ടുവന്നെങ്കിൽ ബില്ല് പേ ചെയ്യണം. അപ്പം ഞാൻ ചിലപ്പോൾ ഗ്യാരണ്ടി കൊടുക്കും, ചിലപ്പോൾ ഇവർ കൊണ്ടുവന്ന് കൊടുക്കും, ചിലപ്പോൾ അവരെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ലയബിളായി. അപ്പൊ യോഗ്യം. അല്ല, എന്ത് ചെയ്യാൻ പറ്റും? സർ ഇപ്പം ഒരു ലീഡർ ആണ്. യു ഡൺ ദിസ് ഫോർ ദ ലാർജർ പാർട്ട് ഓഫ് യുവർ ലൈഫ്. സർ അഡ്മയർ ചെയ്തിരിക്കുന്ന ലീഡേഴ്സ് ആരൊക്കെയാ? അവരുടെ ഏത് ക്വാളിറ്റീസ്? അപ്പം കോൺഗ്രസിൽ തന്നെയാണ്. ഞാൻ എൻ്റെ ഏറ്റവും വലിയ ആള് ജവഹർലാൽ നെഹ്റുവാണ്. ഞാൻ ഭയങ്കര നെഹ്റുവിയനാണ്. നെഹ്റുവാണ് ഭയങ്കര ഡ്രീമി ആയിട്ടുള്ള, ഭയങ്കര വിഷണറി ആയിട്ടുള്ള, ഭയങ്കര ആള്, ഭയങ്കര വെൽ റെഡ് പേഴ്സൺ, റൈറ്റർ. പ്രൈം മിനിസ്റ്റർ ഒന്നും ആയില്ല, പൊളിറ്റീഷ്യൻ അല്ല. ഹി വുഡ് ഹാവ് ബീൻ എ നോബൽ ലൊറേറ്റ്. എനിക്ക് അദ്ദേഹത്തിന്റെ പുസ്തകം, നല്ലൊരു ഓറേറ്ററും ആയിരുന്നു, ബ്യൂട്ടിഫുൾ ഒറേറ്റർ. എനിക്ക് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പോയറ്റിക്കാണ്. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ഒക്കെ ഒരു കവിത വായിക്കുന്നത് പോലെയാണ് ഞാൻ വായിച്ചത്. ആ പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ഇതാണ് നെഹ്റുവിയൻ. ഞാൻ കേംബ്രിഡ്ജിൽ പോയിട്ട് നെഹ്റുവിയൻ സോഷ്യലിസത്തെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. എനിക്കൊരു ഐ ഹാഡ് എൻ ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. നിസ്സാരക്കാരൊന്നല്ല, ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. അങ്ങ് കാച്ചി എടുത്തത് നല്ല കുട്ടികളാണ്, നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു, നല്ല ഇതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നെഹ്റു ഭയങ്കര ഇതാണ്. പിന്നെ കേരളത്തിലെ ഈ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. കെ കരുണാകരനെ ഇഷ്ടമാണ്, കെ ആന്റണി ഇഷ്ടം, പനമ്പള്ളി ഗോവിന്ദൻ മേനോൻ. ഹി വാസ് ആൻ ഒറേഷ്യസ് റീഡർ. പിന്നെ ഉമ്മൻചാണ്ടി ഓരോ സ്റ്റൈലാണ്. അവരുടെയൊക്കെ എല്ലാം നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഉമ്മൻചാണ്ടി ആകാൻ പറ്റില്ല, കരുണാകരൻ ആകാൻ പറ്റില്ല. പക്ഷെ അവരുടെ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ട്. അതപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ മറ്റു പാർട്ടീസിലേക്ക് പോകാം. ഞാൻ ഓരോ ആൾക്കാരുടെ പേര് പറയാം, ഒറ്റ വാക്കില്, കൂടുതൽ പറയാൻ കൊണ്ടാവും. നമ്മുടെ കറന്റ് CM പിണറായി വിജയൻ, എന്താണ് ആദ്യത്തെ മനസ്സിലേക്ക് വരുന്നത്? അദ്ദേഹം ഒരു വളരെ സീനിയർ ആയിട്ടുള്ള, പരിണതപ്രജ്ഞനായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. പക്ഷേ ഈസ് എ ഡിക്റ്റേറ്റർ. രാജീവ് ചന്ദ്രശേഖർ. Rajiv Chandrasekhar, I think he is a business person. I don't consider him as a serious political leader. Illa. Shailaja teacher. Shailaja teacher was a good MLA and she is a friend of mine. Suresh Gopi. Suresh Gopi as a politician. He is a very close friend of mine. As a politician. Politician, പുള്ളി വളരെ ഡിഫറെൻ്റ് ആണ്. പുള്ളി ഡിഫറെൻ്റ് ആണ്. പക്ഷെ അദ്ദേഹം അവിടെ ജയിച്ചത് BJPയുടെ പവർ കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ മിടുക്കുകൊണ്ട്, അദ്ദേഹത്തോട് ആളുകൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടും, അദ്ദേഹം ഒരു സ്റ്റാർ ആയതുകൊണ്ടും, ആൻഡ് ഹി ഹാസ് ബീൻ വർക്കിംഗ് ദർ. അതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. അദ്ദേഹത്തിനൊരു ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. ഞാൻ എൻ്റെ വളരെ അടുത്ത സ്നേഹിതൻ കൂടി ആയതുകൊണ്ട് എനിക്ക് സ്വീറ്റ് ആയിട്ട് പറയുന്നത് രാഹുൽ ഗാന്ധി ഈസ് എ ഫൈറ്റർ, നോ കോംപ്രമൈസ്. ഈസ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് കമ്മ്യൂണലിസം, ഫാസിസം, ലൈക്ക് എനിത്തിങ്. It's a bold personality. സോണിയാഗാന്ധി മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാമിൻ്റെ അടുത്ത് പോയി നമ്മൾ സംസാരിച്ച് തിരിച്ചു വന്നാൽ, നമ്മൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുന്ന ഫീലിംഗ് ഒന്നും തരണ്ട. പക്ഷെ സംസാരം ഒരു ചേർത്ത് പിടിച്ച് മകനെ പോലെ നമുക്ക് തരുന്നൊരു വാത്സല്യവും സ്നേഹവും എനിക്ക് വേറെ ഒരു ലീഡറിൽ നിന്നും കിട്ടിയിട്ടില്ല. ആ പുള്ളി ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ള ഒരാളാണ്. എന്നുവെച്ചാൽ വിശ്രമം ഇല്ലാതെ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ലീഡറാണ്. ഞാൻ അദ്ദേഹത്തോട് വളരെ 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 ക്ലോസ് ആണ്. നന്നായി ജോലി ചെയ്യും, വിശ്രമമില്ലാതെ ജോലി ചെയ്യും. ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ അദ്ദേഹം ഈ ഏജിൽ, വലിയ ഏജൊന്നും ആയിട്ടില്ല, എന്നാലും അദ്ദേഹം ജോലി ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കേരളത്തിലുണ്ട്. നരേന്ദ്രമോദി എന്ന് പറയുന്നത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ചെയ്യുന്ന ഒരാളാണ്. വളരെ പ്രൊഫഷണലി പൊളിറ്റിക്സ് ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ പുറകിൽ കുറേ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഈ BJPയുടെ ഒരു പ്ലസ് ആണ് ഞാൻ പറയുന്നത്. മൈനസ് ഒന്നും പറയില്ല, മൈനസൊക്കെ നമ്മളെപ്പോഴും പ്രസംഗിക്കുന്നത്. അവർ എലക്ഷൻ ഓറിയന്റഡ് ആണ്. ഒരു എലക്ഷൻ കഴിഞ്ഞാൽ അടുത്ത എലക്ഷൻ റിസൾട്ട്, യെസ്, അതും പറയാം. ഒരു എലക്ഷൻ കഴിഞ്ഞാൽ അടുത്ത എലക്ഷൻ ജയിക്കാനുള്ള വർക്ക് തുടങ്ങും. അവർ ദേ ആർ നോട്ട് കോൺസെൻട്രേറ്റിംഗ് ഓൺ ഗവേണൻസ്, ദേ ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ വിന്നിങ് ഓഫ് എലക്ഷൻസ്. അതാണ് അവരോടുള്ള നമുക്കൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. അവര് വേറെ എങ്ങനെയെങ്കിലും അവര് എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തോ ഏതെങ്കിലും രീതിയിൽ എലക്ഷൻ ജയിക്കണം.
they may be dumping money at huge level, manipulating the election process, everything. Whatever it is, winning the election ആണ് അവരുടെ ടാർഗറ്റ്. ഗവേണൻസിലല്ല കോൺസെൻട്രേഷൻ. And finally, VD Sadish. ഞാൻ ഇനി ഒരുപാട് മാറാനുണ്ട്. ഒരുപാട് മാറാൻ. എൻ്റെ ചീത്ത സ്വഭാവമൊക്കെ മാറ്റി കുറച്ചുകൂടി നല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ല, കുറച്ച് മുൻകോപമുണ്ട്, കുറച്ച് ദേഷ്യമുണ്ട്. പിന്നെ അല്ല അങ്ങനെയൊന്നും ഇല്ല. കോളേജിലൊക്കെ നമ്മളെ ഭയങ്കര എല്ലാവരോടും അല്ല അങ്ങനെ ഞാൻ അങ്ങനെ വലിയ അടിയൊന്നും ഉണ്ടാക്കിയേക്കുന്ന ആളൊന്നുമല്ല. നല്ല കോളേജ് ക്യാമ്പസിൽ ഞാൻ ഒരു എല്ലാ വർഷവും ഇലക്ഷനിൽ നിന്ന് ജയിച്ചിട്ടുള്ള ആളാണ്. പിന്നെ യൂണിവേഴ്സിറ്റി ഉത്തരവാദിത്വം ഉണ്ട്. അങ്ങനെ ഉഴപ്പാനും പറ്റിയിട്ടില്ല, ചാൻസ് കിട്ടിയില്ല. മര്യാദയ്ക്കൊന്ന് പ്രേമിക്കാൻ പോലും പറ്റില്ല. പിന്നെ കല്യാണം കഴിച്ചാൽ പ്രേമിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല, അത് മനസ്സിലായി എനിക്ക്. Finally, sir, I want to ask you, ഇപ്പം നമ്മളെ April 9 ഇലക്ഷൻ വരെയാണ്. ഇറ്റ്സ് എ ബിഗ് ഇലക്ഷൻ ഫോർ UDF. അപ്പം എന്തുകൊണ്ട് ഇവർ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും നമ്മുടെ മലയാളികളും UDF ഗവൺമെന്റിന് വേണ്ടി ഇത്തവണ വോട്ട് ചെയ്യണം, സാറിന് വേണ്ടി? അതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള സാധനമാണ്. അത് ഞാൻ പറഞ്ഞോണ്ട് കുഴപ്പമില്ല. സാർ പറഞ്ഞു, അതായത് ഈ 10 വർഷത്തെ ഈ ദുർഭരണം അവസാനിപ്പിച്ച് കേരളത്തിന് ഒരു പുതുയുഗപ്പിറവി, ഒരു ന്യൂ ഇറ, ഒരു പുതിയ കാലം കേരളത്തിലുണ്ടാവും. അത് UDF നിങ്ങൾക്ക് ഉറപ്പായിട്ട് തരും. പുതിയ കാലത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും പരിപാടികളും പദ്ധതികളും ഉണ്ട്. നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നൊരു ഗവൺമെൻറ് ഉണ്ടാവും കേരളത്തിൽ. എന്ന് വെച്ച് പ്രായമായവരെ ഉപേക്ഷിക്കില്ല, പ്രായമായവരെ ചേർത്ത് നിർത്തും. അവർ VIP-കളായിരിക്കും. UDF ഭരണകാലത്ത് VIP-കളായിരിക്കും. സ്ത്രീകളോട് പ്രത്യേക പരിഗണന ഉണ്ടാവും. അല്ലെ KSRTC ബസ്സിലൊക്കെ ഫ്രീ ആണെന്ന് സ്ത്രീകൾക്ക്. അതുപോലെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ മാസം കൊടുക്കുക. അവരൊക്കെ പഠിച്ച് മിടുക്കികളായി നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായി മാറട്ടെ. അങ്ങനെയുള്ള ഒരു പ്രൊട്ടക്ഷനും ഉണ്ടാവും. ഒരു ഗവൺമെൻറ് വെന്നവർ നമ്മളൊരു വിഷമത്തിലാവുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? നമ്മൾ തിരഞ്ഞെടുത്ത് അയച്ചൊരു ഗവൺമെൻറ് ഉണ്ടാകണമെന്നാണ്. നിങ്ങൾ വിഷമിക്കുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചൊരു ഗവൺമെൻറ്റിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ തൊട്ടടുത്തുണ്ടാവും. ഒരു തലോടൽ പോലെ, ഒരു സാന്ത്വനം പോലെ ഒരു ഗവൺമെൻറ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതാണ് വാക്കാണ്. സാർ ഭയങ്കര കോൺഫിഡന്റ് ആണ് അതിൽ. എത്ര ശതമാനം കോൺഫിഡൻസ് ഉണ്ട്? ഞാൻ 100% കോൺഫിഡന്റ് ആ കാര്യത്തിൽ. ചെയ്യാൻ പറ്റും. കാരണം നമ്മളത് കമ്മിറ്റഡ് ആണ്. നമ്മൾ അത് ചെയ്യാനാണ് നമ്മൾ വരുന്നത്. നമ്മൾ അധികാരത്തിന്റെ ലഹരിയോ അധികാരത്തിന്റെ സുഖവും അനുഭവിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വരുന്നത്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിന് കൂടെ ഒരു കാര്യം കൂടെ ചോദിക്കുള്ളൂ. നമ്മൾ നേരത്തെ മോദി സാറിനെ കുറിച്ചൊക്കെ ചോദിച്ചു. LDF UDF തമ്മിലാണ് കലാകാലങ്ങളായി നമ്മളുടെ ബാറ്റിൽ. കുറെ വർഷങ്ങൾ, 40 വർഷം ഇൻകംബൻസി കഴിഞ്ഞിട്ടാണ് ഐ തിങ്ക് കണ്ടിന്യൂസ് ആയിട്ട് അവർ വന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് BJP ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടല്ലോ, ചെറിയൊരു ചാഞ്ചാട്ടം എന്ന് പറയാൻ മീഡിയയില്. അതിനെ കുറിച്ച് എന്താണ് സാർ? ഒച്ചയും ബഹളമൊക്കെ ഉള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് പോവില്ല. ഞാൻ പറഞ്ഞു സുരേഷ് ഗോപി ജയിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ പ്രത്യേകമായ എടുക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഉള്ള ഒരു സീറ്റും കൂടി കളഞ്ഞു അസംബ്ലിയിൽ. ആ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അവരുടെ വോട്ടിംഗ് ഷെയർ റെഡ്യൂസ് ചെയ്യപ്പെട്ടു. ഇനിയിപ്പോൾ അസംബ്ലി ഇലക്ഷനിലും വേറെ സീറ്റൊന്നും അവർ ജയിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കേരളം സെക്കുലറാണ്. കേരളം ഇവരെ പോലത്തെ ഇങ്ങനെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുന്ന, കമ്മ്യൂണൽ ക്യാമ്പയിൻ നടത്തുന്ന ആരെയും അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. കേരളത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കേരളത്തിൻ്റെ മൈൻഡ് സെറ്റ് വേറെ, ഇവരുടെ ഒരു ഇത് പറ്റില്ല. ആൻഡ് ഈ കഴിഞ്ഞ ഇപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിനിങ് തുടങ്ങിയ മുതൽ ഇപ്പോൾ പിന്നെ ഒരു ആഴ്ച കൂടെ എന്തോ ബാക്കിയുള്ളൂ. ഈ ഒരു ആഴ്ചയിൽ വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? ഡു യു സീ ദാറ്റ് UDF തുടങ്ങിയ കോൺഫിഡൻസ് തന്നെയാണോ ഇപ്പോഴും? മറ്റേ LDFന്റെ ഈ പബ്ലിക് പോൾസ് ഒക്കെ കുറെ വരുന്നുണ്ടല്ലോ സാർ, ഓരോ ചാനൽസിന്റെയും. അതൊക്കെ വളരെ ഡിഫറെന്റ് മാനിപ്പുലേറ്റ് ചെയ്തു. ഞങ്ങൾ ശരിയായിട്ടുള്ള നാഷണൽ സർവീസ് എല്ലാം നടത്തിയതിലൊക്കെ UDFന് നല്ല വിക്ടറിയാണ്. അത് ഞങ്ങൾ ഇലക്ഷൻ എടുക്കുന്നവർ കുറെ കൂടി അങ്ങോട്ട് പോകും, മുകളിലേക്ക് അറിയാലോ. വി ഹാവ് ബീൻ വിന്നിംഗ് വിത്ത് വണ്ടർഫുൾ മാർജിൻ ഇൻ ഓൾ ദ ബൈ ഇലക്ഷൻസ്. അപ്പൊ എന്തായാലും ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും എവിടെയാണ് ഈ. ഒരാഴ്ച കഴിയുമ്പോൾ മനസ്സിലാവണമെങ്കിൽ അടുത്ത മാസം 4-ാം തീയതി ഒരാഴ്ച നമ്മൾ പോയി വോട്ട് ചെയ്യും അല്ലേ? ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ പോയി വോട്ട് ചെയ്യും. എല്ലാവരും വോട്ട് ചെയ്യാനും കൂടെ സാർ പറഞ്ഞോളൂ. എല്ലാവരും പോയി വോട്ട് ചെയ്യണം. എല്ലാവരും പോയി വോട്ട് ചെയ്യണം.
വോട്ട് ഞങ്ങൾക്ക് തന്നെ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം വോട്ട് ചെയ്യാൻ പോകുമ്പോ. അപ്പൊ എന്തായാലും ഇഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യൂ ആസ് യു വിഷ്. ബട്ട് എല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തൊക്കെ നടന്നാലും സാർ കേരളം നന്നാവണം. അത്രേ അത്രേ നന്നാവും. It has to. We are confident. Yeah, the potential is there, and I hope that wonderful leaders like yourself, ആര് വന്നാലും you guys do the best job. Thank you so much. ഇങ്ങനെ ഇതിനിടയിൽ ഞാൻ ഭക്ഷണം ഞാൻ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു, പറയാതെ പോയാൽ തെറ്റാവും. ഞാൻ എന്റെ വലിയ ഫാനാണ്. ഇതുവരെ ഫോണിൽ പോലും പറഞ്ഞിട്ടില്ല, നേരിട്ട് പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞില്ല. കാരണം എന്റെ ഡെലിവറി സ്റ്റേജിൽ ഒരു സ്റ്റേജ് മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഒരാളെ വെറുപ്പിക്കാതെ ഒരാളെ എല്ലാവരും പ്രൊമോട്ട് ചെയ്ത് എനിക്ക് പറ്റില്ല. എല്ലാവരും സംസാരിച്ച് പിന്നെ വളരെ മനോഹരമായ രീതിയിൽ വരും. തന്നെ ആളുകൾ വിമർശിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അവരുടെ വിമർശിക്കും. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷും മലയാളവും ഫിക്സ് ചെയ്ത് സംസാരിക്കില്ലേ? മലയാളികൾ എല്ലാവരും സംസാരിക്കും ഇംഗ്ലീഷും മലയാളം. ഞാനിപ്പോ സംസാരിച്ച ആൻസർ ചെയ്തപ്പോ ഇംഗ്ലീഷും മലയാളവും ഒക്കെ മിക്സ് ചെയ്തു. അതൊന്നും ഒരു തെറ്റൊന്നുമില്ല. അതെന്റെ ഡെലിവറി ബ്യൂട്ടിഫുൾ ഡെലിവറിയാണ്. ഭയങ്കര കമ്മിറ്റഡ് ആണ്. എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. അതിലൊരാൾ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. ഞാൻ ഇതിൽ പറയില്ലല്ലോ, സീരിയസ് ആയിട്ട്. അത് എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നേരിട്ട് പറയണം എന്ന് വെച്ചത് സ്ക്രീനിൽ പറഞ്ഞു. സീരിയസ് ആയിട്ട് പറഞ്ഞു. എന്റെ മോൾക്ക് അറിയാതെ ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട്. മോളോട് ഞാനത് ഷെയർ ചെയ്തത്. അപ്പൊ മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് അതിന്. അപ്പൊ ഞങ്ങള് താൻ ഇതിൽ വന്ന ഞങ്ങള് കാണാറുണ്ട്. അല്ല സീരിയസ് ആയിട്ട് പറയാം. അതുകൊണ്ടാണ് ഇയാളുടെ ഇന്റർവ്യൂ പറഞ്ഞപ്പോ ഞാൻ അപ്പൊ തന്നെ ഏത് തിരക്കാണെങ്കിലും ഓക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അത്ഭുതം, മറ്റതെല്ലാം ഇപ്പോ മ്യൂസിക് പ്രോഗ്രാം ആയിരിക്കും കണ്ടക്ട് ചെയ്യണത്, വേറെ ഏതെങ്കിലും പ്രോഗ്രാം. ഇത് പൊളിറ്റിക്സ് ആണ്, ഇലക്ഷൻ ആണ്. പക്ഷെ താൻ അപ്ഡേറ്റഡ് ആണ്, എല്ലാ കാര്യത്തെ കുറിച്ച് അപ്ഡേറ്റഡ് ആണ്. UDF എന്താണ്, LDF എന്താണ്, നാഷണൽ പൊളിറ്റിക്സ് എന്താണ്, സ്റ്റേറ്റ് പൊളിറ്റിക്സ് എന്താണ്. എപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ഹോംവർക്ക് ഉണ്ട്. You have done it very well. കാരണം ഒരു മെയിൻ സ്ട്രീം ആണിത്. മെയിൻ സ്ട്രീമിൽ നിന്ന് വിട്ടുനിന്ന് ഒരു ചോദ്യം പോലും ഉണ്ടായില്ല. Good. Thank you. Keep it up. Thank you so much. And here's wishing you great success and a happy whatever. Thank you. Lots of love, sir. Thank you. എന്റെ പൊന്നു സ്റ്റെഫി, ഈ പൊളിറ്റീഷ്യൻ ആവാ എന്ന് പറഞ്ഞത് നല്ല ഈസി ജോബാ അല്ലേ? Like it's a responsibility, but let me tell you, you guys have to vote. വോട്ട് ചെയ്യാൻ പോകുന്നില്ലേ? എന്താ പോതാ? വോട്ടേഴ്സ് ഐ ഡി. എന്റെ പൊന്നു സ്റ്റെഫി, വണ്ടി നിറങ്ങും. Voters ID, right? What do you mean? That is so irresponsible. Oh my goodness, guys, not cool. Voters ID illata and ponnu Stephine pole avarudhu. Get yourself a voters ID, go and vote because this is your voice. Ningalde ശബ്ദമാണ് അത്. പ്ലീസ് യൂസ് ചെയ്യൂ. ഇനി ഒരു അഭിപ്രായവും നാടിനെ കുറിച്ച് പറയാനുള്ള യാതൊരു അർഹതയും സ്റ്റെഫിക്കില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുന്നു. അത് മാത്രമല്ല, നമ്മള് VD സാറ് ചെയ്തു, സതീശൻ സാറിന്റെ ഇന്റർവ്യൂ ഒക്കെ എടുത്തു. ഇനി നമുക്ക് ഒരാളെ കൂടെ ചെയ്താലോ? ആരായിരിക്കും നല്ല കാര്യം? നമുക്ക് പിണറായി സാറിനെ കിട്ടിയാലോ? ഇപ്പൊ തന്നെ വിളിച്ചാലോ? സാർ, ഐ യു റെഡി? വിൽ യു പ്ലീസ് കം? ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് യുവർ പെർസ്പെക്ടീവ് ഓൾസോ. അതെ, മോദി സാർ നാട്ടിലുണ്ട്. വേണേ ആ വഴി ഒന്ന് വണ്ടി വിട്ടാലോ? പാലക്കാട് ലെറ്റ്സ് ഗോ. എനിവേ, ലൈക്ക് ഐ സെഡ് ടു VD സർ, ഇലക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഭരണത്തിൽ വരുന്ന ആൾക്കാർ, ഐ ഹോപ്പ് they work for the progress of my state. I love Kerala. Kerala is my absolute favorite place in the entire universe. അത് നിലനിൽക്കട്ടെ അല്ലേ? ആ പ്രൈഡ് അവിടെ തന്നെ. പ്ലീസ് വോട്ട് ഫോർ ദ റൈറ്റ് പീപ്പിൾ ആൻഡ് ഗെറ്റ് ദ റൈറ്റ് പീപ്പിൾ അപ്പ് ആൻഡ് വോട്ട്. ഇലക്ഷൻ ഗുഡ് ഗേൾ. അങ്ങനെയെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു മാറ്റം വരട്ടെ. ഇവിടെ വന്നതിൽ എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവട്ടെ. ഇത്തവണ ചിലപ്പോൾ കിട്ടൂല. Next time. Cheda, you should do it. Be a responsible citizen. It's okay. 30 വയസ്സായോ? ഇല്ല. സമയമുണ്ട്. അല്ല, 18 വയസ്സാ. ഓക്കെ, അതൊക്കെ പിന്നെ അല്ല, ഞാൻ അപ്ലൈ ചെയ്തേ. നമുക്ക് ഒരു അറിവ് വരുന്ന അപ്ലൈ. പക്ഷെ ആക്ച്വലി 18 വയസ്സ് തൊട്ട് ചെയ്യണം. So you guys be the change you want to see. Okay? Alright, tata. മദീന ചേച്ചി പോട്ടെ. ക്ഷീണിച്ചു.